Praise the Lord. ദൈവത്തിന് സ്തോത്രം. Hallelujah. God is in His presence on the second day of this Bible study. ഈ വേദപാഠ ക്ലാസിന്റെ രണ്ടാം രാത്രി യോഗത്തിലേക്കും കർത്താവ് നമ്മെ കൂട്ടി വരുത്തിയിരിക്കുന്നുവല്ലോ. The Spirit of the Lord is moving in our midst mightily. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മധ്യത്തിൽ ശക്തിയായി ഉലാമിക്കൊണ്ടേയിരിക്കുന്നു. Yesterday we meditated how the evil spirit that worked in life of Pharaoh. ഇന്നലെ രാത്രികാലം ദുരാത്മാക്കൾ എങ്ങനെയാകുന്നു ഫറവോന്റെ ജീവിതത്തിൽ വ്യാപരിച്ചതെന്ന് നാം അല്പമായി ചിന്തിക്കുവാനിടയായി. And he told the people of Israel, Moses and Aaron, I am ignorant of this God. ഈ ഫറവോൻ മോശയോടും അഹരോനോടും ഇപ്രകാരം പറയുവാൻ ഇടയായതായി നാം കാണുന്നു, ഞാൻ യഹോവയെ അറിയുകയില്ല. So those who do not know God, then in their life their end will be in tragedy. ആകയാൽ ദൈവമായ യഹോവയെ വേണ്ടവണ്ണം അറിയാത്തവരുടെ അന്ത്യം അത് ദുർഘടമായിരിക്കും. And we, the children of God, we have to know our God, who is our God. ദൈവമക്കളായ നാമോ നമ്മുടെ ദൈവമായ യഹോവയെ ആരാകുന്നു വാസ്തവമായി അറിഞ്ഞിരിക്കണം. He is our almighty God. അവൻ നമ്മുടെ സർവശക്തനായ ദൈവമാകുന്നു. He is the God of all grace. അവൻ സർവകൃപാലുവായ ദൈവമാകുന്നു. He is the God, he will never fear not. അവൻ അല്പം പോലും ഭയപ്പെടാത്ത ദൈവമാകുന്നു. He is the God, he will faint not. അവൻ ക്ഷീണിച്ചു പോകാത്ത തളർന്നു പോകാത്ത ദൈവമാകുന്നു. He is the God, our refuge. നമ്മുടെ സങ്കേതമായ ദൈവമാകുന്നു. So many ways we meditate about this God. ഈ ദൈവത്തെ പറ്റി പല വിധങ്ങളിൽ ഇന്നലെ നാം ധ്യാനിക്കുവാൻ ഇടയായി. And how we can depart from our God. എങ്ങനെ ഈ ദൈവത്തിൽ നിന്ന് നാം അകന്നു പോകാൻ കഴിയും? Through the spiritual iniquity in our life, we can depart from this God. നമ്മുടെ ജീവിതത്തിലെ ആത്മീകമായ അകൃത്യങ്ങൾ നിമിത്തം ഈ ദൈവത്തെ നാം വിട്ടുപോകുവാൻ ഇടയായി. Yesterday we meditated a broken vessel. ഇന്നലെ രാത്രിയിൽ ഒരു ഉടഞ്ഞ പാത്രത്തെ പറ്റി നാം ചിന്തിക്കുകയുണ്ടായി. So the broken vessel itself, we depart from our God. ഉടഞ്ഞ പാത്രം എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ അർത്ഥം നാം ദൈവത്തിൽ നിന്ന് വിദൂരമായി വിട്ടുപോയി എന്നാകുന്നു അർത്ഥം. Whatever problem may be, we should not allow our life as a broken vessel. നമുക്കുള്ള പ്രശ്നങ്ങൾ എന്തു തന്നെയായിരുന്നാലും നമ്മുടെ ജീവിതം ഒരു തകർന്ന ഉടഞ്ഞ പാത്രം പോലെ ആയിത്തീരുവാൻ നാം അനുവദിക്കരുത്. If we fail to do the will of God, and we will depart from our living God. നാം ദൈവഹിതം വാസ്തവമായി തിരിച്ചറിഞ്ഞ് ചെയ്യുവാൻ കഴിഞ്ഞില്ലെങ്കിൽ നാം ഈ ജീവനുള്ള ദൈവത്തിൽ നിന്ന് വിട്ട് അകന്നു പോകുകയാകുന്നു. So the spirit of Pharaoh shouldn't work in our life. ആകയാൽ ഈ ഫറവോന്റെ ആത്മാവ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ ഇടം കൊടുക്കരുത്. Those who know about the living God always glorify God. ജീവനുള്ള സത്യദൈവത്തെ വാസ്തവമായി അറിഞ്ഞവർ എല്ലാം തന്നെ അവർ എപ്പോഴും ദൈവത്തെ മഹത്വീകരിക്കും. Every time we have to praise God because we have knowledge about the living God. എപ്പോഴും നാം ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കണം. എന്തുകൊണ്ടെന്നാൽ നമുക്കാകുന്നു ജീവനുള്ള സത്യദൈവത്തെ കുറിച്ച് അറിവുണ്ടായിരിക്കുന്നത്. Second part, we meditate how the spirit of Pharaoh wants to put more burden unto the people of Israel. ഇന്നലെ നാം ധ്യാനിച്ച രണ്ടാമത്തെ ഭാഗം ഫറവോനിൽ വ്യാപരിച്ച രണ്ടാമത്തെ ദുരാത്മാവ് ദൈവജനത്തിന് എങ്ങനെ അധികം ഭാരം നൽകാം. So if we put more burden unto the people of Israel, they will never proceed to wilderness. ഇസ്രായേൽ മക്കൾക്ക് അധികം ഭാരം കൊടുത്താൽ ഒരിക്കലും അവർ മിസ്രയീം വിട്ട് മരുഭൂമിയിലേക്ക് പോകയില്ല. So this spirit worked in those time, and in the present evil world also the children of God facing the same problem.
in day-to-day life. ഈ ദുരാത്മാവ് അന്ന് വ്യാപരിച്ചുകൊണ്ടിരുന്നു. ഇന്നത്തെ ഈ ദുഷ്ടലോകത്തിലും നമ്മുടെ ദൈവമക്കൾ ഓരോ ദിവസവും അതേ ആത്മാവിനാൽ ബാധിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. So we have to rebuke that burden that attacks our spiritual life. ആകയാൽ നമ്മുടെ ആത്മീയ ജീവിതത്തെ അലട്ടുന്നതായ ആക്രമിക്കുന്നതായ ഈ ദുരാത്മാവിനെ നാം ശാസിച്ച് അകറ്റണം. Because we become the house of God. എന്തുകൊണ്ടെന്നാൽ നാം ദൈവത്തിന്റെ ആലയമായി കഴിഞ്ഞു. So we have to lay the burden upon the altar is Jesus Christ. ആകയാൽ നമ്മുടെ ചുമടെല്ലാം നമ്മുടെ ഭാരമെല്ലാം നാം യാഗപീഠത്തിന്മേൽ വെക്കണം. നമ്മുടെ യാഗപീഠമോ യേശു ക്രിസ്തു അത്രേ. Jesus took all our griefs on the cross of Calvary. യേശു നമ്മുടെ സകല ദുഃഖങ്ങളും വ്യാകുലങ്ങളും കാൽവരി ക്രൂശിന്മേൽ വഹിച്ചു. Yesterday we meditated how Job in his life he lost everything, and 7 days and 7 nights he was sitting quiet with great grief. ഇന്നലെ രാത്രികാലം നാം കണ്ടതുപോലെ ഇയ്യോബിന്റെ ജീവിതത്തിൽ സകലതും നഷ്ടപ്പെട്ടതിന് ശേഷം 7 രാപ്പകൽ താൻ മൗനമായി വലിയ കഠിനമായ വ്യസനത്തോടെ ആയിരുന്നതായി നാം ചിന്തിച്ചു. But for a child of God in the New Testament, we always rejoice in the presence of God. എന്നാൽ ഒരു പുതിയ നിയമ ദൈവവേദൽ എപ്പോഴും ദൈവസന്നിധിയിൽ സന്തോഷിക്കേണ്ടുന്നവരാണ്. We have to lay our burdens upon our Jesus, and we have to rejoice. God will take care of our life. നമ്മുടെ ഭാരങ്ങളെല്ലാം യേശുവിന്മേൽ വെച്ചിട്ട് നാം കർത്താവിന്റെ സന്നിധിയിൽ സന്തോഷിച്ചുകൊണ്ട് അതെല്ലാം യേശു കർത്താവ് ഏറ്റെടുക്കുമെന്നുള്ള വിശ്വാസത്തോടു കൂടി ആയിരിക്കണം. We need such a faith, and we have to proceed in our spiritual life. അങ്ങനെ ഒരു വിശ്വാസം നമുക്ക് എല്ലാവർക്കും ആവശ്യം. ആ വിധത്തിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നാം മുമ്പോട്ട് കടന്നു ചെല്ലണം. Today we are going to meditate about the third spirit that worked in Pharaoh's life. ഇന്ന് ഫറവോന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന മൂന്നാമത്തെ ദുരാത്മാവിനെ കുറിച്ച് നാം ചിന്തിക്കുവാൻ പോകുന്നു. And he told, offer sacrifice in this land, means in this land of Egypt. ഫറവോൻ ഇസ്രായേൽ മക്കളോട് പ്രകാരം പറയുന്നു, നിങ്ങൾ ഈ ദേശത്ത് തന്നെ ഈ മിസ്രൈമിൽ തന്നെ യാഗം കഴിച്ചുകൊള്ളുവിൻ. Second part, we are going to meditate how Pharaoh disturbed, or Pharaoh told to Moses and Aaron, let all the people can go now, leave your children here itself. ഇന്ന് രാത്രി നാം ചിന്തിക്കുന്ന രണ്ടാമത്തെ വിഷയം, ഫറവോൻ അടുത്തതായി പറയുന്നു, നിങ്ങൾ എല്ലാവരും പോയി ആരാധിച്ചു കൊള്ളുവിൻ, എന്നാൽ നിങ്ങളുടെ കുഞ്ഞുകുട്ടികൾ ഒഴികെ ബാക്കി എല്ലാവരും പോയിക്കൊള്ളുവിൻ. So this spirit also working in our day-to-day life. ഇതും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഈ അന്ത്യനാളുകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. So now we meditate in book of Exodus chapter 8. ഇപ്പോൾ പുറപ്പാട് പുസ്തകം 8-ാം അധ്യായം verse 25. 25-ാം വാക്യം നമുക്ക് വായിക്കാം. അപ്പോൾ ഫറവോൻ മോശയെയും അഹരോനെയും വിളിച്ചു, നിങ്ങൾ പോയി ദേശത്ത് വെച്ച് തന്നെ നിങ്ങളുടെ ദൈവത്തിന് യാഗം കഴിപ്പീൻ എന്ന് പറഞ്ഞു. And Pharaoh called for Moses and for Aaron and said, go ye sacrifice to your God in the land. So here we can see why you should go to the wilderness and offer sacrifice. ഇവിടെ എന്തുകൊണ്ട് നിങ്ങൾ മരുഭൂമിയിൽ പോയി യാഗം കഴിക്കേണ്ടുന്നത് ആവശ്യമാകുന്നു എന്നുള്ളത് നാം കാണുന്നു. So you go and sacrifice your God in this land. നിങ്ങൾ പോയി ഈ ദേശത്ത് വെച്ച് തന്നെ നിങ്ങളുടെ ദൈവത്തിന് യാഗം കഴിപ്പീൻ. So verse 26, what Moses told. 26-ാം വാക്യത്തിൽ മോശ എന്താണ് മറുപടി പറയുന്നത്? It is not to me to do so. അങ്ങനെ ചെയ്തു കൂടാ. For we shall sacrifice the abomination of the Egyptian to the Lord our God. Lo, we sacrifice the abomination of Egyptian before their eyes, and they will stone us. മിസ്രൈമ്യർക്ക് അറപ്പായുള്ളത് ഞങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിക്കേണ്ടി വരുമല്ലോ. മിസ്രൈമ്യർക്ക് അറപ്പായുള്ളത് അവർ കാണുകെ ഞങ്ങൾ യാഗം കഴിച്ചാൽ അവർ ഞങ്ങളെ കല്ലെറിയുകയില്ലയോ? We will go 3 days journey into the wilderness. ഞങ്ങൾ 3 ദിവസത്തെ വഴിദൂരം മരുഭൂമിയിൽ പോയി And sacrifice to the Lord our God
as He commanded us. ഞങ്ങളുടെ ദൈവമായ യഹോവ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ അവന് യാഗം കഴിക്കണം. But Pharaoh told, don't go to the wilderness, it's a far long journey. എന്നാൽ ഫറവോൻ പറയുന്നു, ഇത്രയധികം ദൂരം ചെന്ന് മരുഭൂമിയിലൊന്നും പോയി യാഗം കഴിക്കേണ്ട ആവശ്യമില്ല. So you should not go. You have to offer sacrifice here itself. നിങ്ങൾ അവിടേക്ക് പോകേണ്ട ആവശ്യമില്ല, ഇവിടെ ഈ ദേശത്ത് വെച്ച് തന്നെ നിങ്ങൾക്ക് യാഗം കഴിക്കാമല്ലോ. This same spirit is working in the present world also. ഈ ഇതേ ദുരാത്മാവ് ഇന്നത്തെ ദുഷ്ട ലോകത്തിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. How can we overcome this spirit in our day-to-day life? നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എപ്രകാരം ഈ ദുരാത്മാവിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ കഴിയും? So how can we preserve our life that God ordained, God appointed, and we have to offer sacrifice in the God's appointed place? എങ്ങനെ ദൈവം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന സ്ഥാനത്ത് നമുക്ക് പോയി യാഗം കഴിക്കുവാൻ കഴിയും? So here we can see Egypt offered. In Egypt they offered sacrifice. If they offered sacrifice, that is not will of God. ഇവിടെ മിസ്രൈമിൽ യാഗം കഴിക്കുക എന്നത് ദൈവത്തിന്റെ ഇഷ്ടം അല്ല എന്ന് നാം കാണുന്നു. This spirit is working in churches also. ഈ ദുരാത്മാവ് ഇന്ന് സഭകളിലും വ്യാപരിക്കുന്നു. The people who is faithful to follow God in all the days in their life. തങ്ങളുടെ ജീവിതത്തിൽ ജീവകാലമൊക്കെയും കർത്താവിനെ പിൻപറ്റുവാൻ വിശ്വസ്തരായിരിക്കേണ്ടുന്ന ദൈവജനം. Where the Lord chose you, you have to offer sacrifices of praises and thanksgiving. ദൈവം ഏത് സ്ഥാനങ്ങൾ നിങ്ങൾക്ക് തിരഞ്ഞെടുത്ത് നൽകിയിരിക്കുന്നുവോ അവിടെ നിങ്ങൾ ദൈവത്തിന് പ്രാർത്ഥന കഴിക്കണം, സ്തോത്രം ചെയ്യണം. So how can we see in the nowadays we can see God's ordained church in this earth? എങ്ങനെയെന്നാൽ ഈ അന്ത്യനാളുകളിൽ നാം കാണുന്നത് പോലെ ദൈവം നമുക്കായി സഭകളെ നിയമിച്ച് തന്നിരിക്കുന്നുവല്ലോ. So how can we know it's God ordained church? ഇത് ദൈവത്താൽ നിയമിക്കപ്പെട്ട സഭയാകുന്നുവെന്ന് നാം ഇനി എങ്ങനെ അറിയും? How can we know that God ordained church we have to go and offer the sacrifice of praises and thanksgiving? നാം കർത്താവിന് പ്രാർത്ഥനയും നന്ദി കരേറ്റുന്ന സ്തുതി സ്തോത്രങ്ങളും പോയി കരേറ്റണം, യാഗമായി കഴിക്കണം എന്നുള്ളത് അതിനായി ദൈവസഭയെ തെരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നു നമുക്ക് എങ്ങനെ അറിയാം? So in book of Acts of Apostles chapter 2 verse 47 what we read? അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 47-ാം വാക്യം നാം വായിച്ചാൽ, ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിന്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. Praising God and having favor with all the people, and the Lord added to the church daily such as should be saved. So here we can see praising God, having favor with all the people. ഇവിടെ നാം കാണുന്നത് പോലെ ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിന്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു. And the Lord added to the church daily as such should save. കർത്താവ് അങ്ങനെ രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. So that means people should attain salvation, and salvation through Jesus Christ. They should add in the church, and they have to offer sacrifice of praises. ആകയാൽ ജനങ്ങൾ യേശുക്രിസ്തുവിൽ കൂടി രക്ഷ പ്രാപിക്കണം. അവർ ദൈവസഭയിൽ കടന്നു വന്ന് സ്തോത്രയാഗങ്ങൾ കഴിക്കണം. Through salvation, the whole house have to come and join with the apostles, and they have to offer the sacrifice of praises. രക്ഷിക്കപ്പെട്ടിരിക്കുന്നവർ മുഴു കുടുംബമായി വന്ന് ദൈവത്തിന്റെ സഭയിൽ ആരാധിച്ച് സ്തോത്രയാഗങ്ങൾ കഴിക്കണം. We can see in the Acts of Apostles, we can see a certain man named called Cornelius. ഇതേ അപ്പോസ്തല പ്രവൃത്തികളിൽ കോർനെലിയോസ് എന്ന വ്യക്തിയെ പറ്റി നമുക്ക് കാണുവാൻ കഴിയും. He is not ordinary person. താൻ ഒരു സാധാരണ വ്യക്തിയായിരുന്നില്ല. And he was a devout man, feared God. താൻ ദൈവത്തെ ഭയപ്പെട്ട ഒരു ഭക്തനായിരുന്നു. And he prayed to God always. താൻ എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ച് പോയിരുന്നവനാണ്. He saw the vision in the night hour. അവൻ രാത്രിയിൽ ഒരു ദർശനം കാണുന്നു. The angel of God came coming unto him and saying, King Cornelius. ഒരു ദർശനത്തിൽ ഒരു ദൈവദൂതൻ തന്റെ അടുക്കൽ വന്ന് കോർനെലിയോസേ എന്ന് വിളിക്കുന്നു. There we can
can see he saw the angel and he was afraid. അവൻ ആ ദൂതനെ ഉറ്റുനോക്കി ഭയപരവശനായി എന്ന് നാം കാണുന്നു. And what the angel told, എന്താകുന്നു ദൂതൻ പറഞ്ഞത്? thy prayer and thy alms have come before memorial before God. നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിന്റെ മുമ്പിൽ എത്തിയിരിക്കുന്നു. Now you send men to Joppa. ഇപ്പോൾ യോപ്പയിലേക്ക് ആളയക്കുക. And one who called, one is Simon, the surname is Peter. പത്രോസ് എന്ന മറുപേരുള്ള ശീമോനെ വരുത്തുക. Everyone knows about this thing. ഈ വിഷയത്തെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. And he will teach you to the way of the Lord. അവൻ കർത്താവിന്റെ വഴി നിന്നോട് അറിയിച്ചു തരും. So in the world we can see so many churches. ആകയാൽ ഈ ലോകത്തിൽ നാം അനേക സഭകൾ കാണുന്നു. So many churches. How we can know the churches is not ordained by God? എങ്ങനെയാകുന്നു ഒരു സഭ ദൈവത്താൽ നിയമിക്കപ്പെട്ടതാണോ അല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്? The church it should be holy unto the Lord. സഭ എന്നത് ദൈവത്തിന് വിശുദ്ധമായിരിക്കണം. The church, Jesus Christ is the head of the church and we are the body of Jesus Christ. ആ സഭയുടെ തല യേശുക്രിസ്തുവായിരിക്കണം. നാം ആ തലയുടെ ശരീരമാകുന്നു. We all should be fitly framed together. നാം എല്ലാവരും യുക്തമായി ഒന്നോട് ചേർന്ന് ഇരിക്കണം. And in the God's ordained church we should not allow the world to come inside the church. ദൈവത്താൽ നിയമിക്കപ്പെട്ട സഭയിൽ ലോകം ഇതിനുള്ളിലേക്ക് പ്രവേശിക്കുവാൻ നാം ആരും അനുവദിക്കരുത്. We should not allow any spirit of the world to enter into the church. That church will be defiled. ഈ ലോകത്തിന്റെ ആത്മാവ് ഈ ദൈവസഭയിലേക്ക് കടന്നു വരുവാൻ നാം അനുവദിച്ചാൽ സഭ മലിനപ്പെട്ടു പോകും. The church, if you allow the worldly spirit, worldly fashions, worldly things into the church will be defiled and Jesus and the Holy Spirit will go out of the church. ലൗകികത്തിന്റെ ആത്മാവ്, ആഡംബരത്തിന്റെ ആത്മാവ് സഭയ്ക്കുള്ളിൽ പ്രവേശിച്ചാൽ സഭ മലിനമായി തീരുകയും യേശുവും പരിശുദ്ധാത്മാവും സഭയിൽ നിന്ന് വിട്ടുപോവുകയും ചെയ്യും. And we should not give any importance to a single individual person. മാത്രമല്ല ദൈവസഭയിൽ ഒരു വ്യക്തിക്ക് അതിപ്രാധാന്യം നാം കൊടുക്കരുത്. In the church, sanctification should take place simultaneously in our church life. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും സമാജീവിതത്തിലും ഒരുപോലെ വിശുദ്ധീകരണത്തിന്റെ പ്രവൃത്തി നടക്കണം. The church should come to the transformation life. സഭ എന്നത് ഒരു രൂപാന്തരത്തിന്റെ പ്രക്രിയയിലേക്ക് കടന്നു വരണം. Because we are the bride of Christ. എന്തുകൊണ്ടെന്നാൽ നാം ക്രിസ്തുവിന്റെ മണവാട്ടി. If transformation is not taking place, means it's not ordained church of God. ഈ രൂപാന്തരം നമ്മുടെ സഭയിൽ നടക്കുന്നില്ല എങ്കിൽ അത് ദൈവത്താൽ നിയമിക്കപ്പെട്ട സഭ അല്ല എന്നാകുന്നു അർത്ഥം. Whoever you may be or whatever you are going to the churches and worshiping God, you have to see whether these qualities are found in our church. നിങ്ങൾ ആര് തന്നെയായിരുന്നാലും ഏത് സഭയിൽ പോയിരുന്നാലും ഈ വിശേഷ ഗുണങ്ങൾ നിങ്ങളുടെ സഭയിൽ നടക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കണം. If it is not so, that church is not ordained by God. That church is not fit to Christ also. അത് അപ്രകാരം നടക്കുന്നില്ല എങ്കിൽ ആ സഭ ദൈവത്താൽ നിയമിക്കപ്പെട്ടതല്ല, അത് യുക്തമായി ചേർന്ന സഭയല്ല. If the world enter and the worldly spirit enter into the church and the fashions enter into the church, that church is defiled and Jesus is no more will do his work in this church. ആകയാൽ ആഡംബരങ്ങളും ലൗകികവും പുതുമോടികളും സഭയ്ക്കുള്ളിലേക്ക് പ്രവേശിച്ചാൽ സഭ മലിനപ്പെട്ടു പോവാൻ ഇടയായിത്തീരും. So that only our saints of God very keenly watching thoroughly that these things should not penetrate into the church of God. അതുകൊണ്ടാകുന്നു നമ്മുടെ വിശുദ്ധന്മാരായ നടത്തിപ്പുകാർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സഭയ്ക്കുള്ളിലേക്ക് നുഴഞ്ഞ് കയറാതിരിക്കുവാൻ അവരാൽ കഴിയുന്ന വിധം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നത്. I humbly request all the believers, don't allow unwanted things
or unwanted things to enter the church and grieve the saints of God. എല്ലാ വിശ്വാസികളോടും ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത് ഇതാകുന്നു: അനാവശ്യമായ ഒരു കാര്യങ്ങളും നമ്മുടെ സഭയ്ക്കുള്ളിലേക്ക് കടത്തി നമ്മുടെ നടത്തിപ്പുകാരായ വിശുദ്ധന്മാരെ ദുഃഖിപ്പിക്കരുതെന്ന് ഞാൻ ഓർപ്പിക്കുന്നു. Let the church be controlled by the Holy Spirit. സഭ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടട്ടെ. Let the Holy Spirit should lead the church till we reach into eternity. നിത്യതയുടെ തീരത്ത് നാം എത്തും വരെയും പരിശുദ്ധാത്മാവ് സഭയെ നയിക്കട്ടെ. In 1 John chapter 5 verse 1 we read, 1 യോഹന്നാൻ 5-ാം അധ്യായം നാം വായിച്ചാൽ, Whosoever believeth that Jesus is the Christ. 5-ന്റെ 1-ാം വാക്യം. യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. ജനിപ്പിച്ചവനെ സ്നേഹിക്കുന്നവനെല്ലാം അവനിൽ നിന്ന് ജനിച്ചവനെയും സ്നേഹിക്കുന്നു. Whosoever believeth that Jesus is the Christ is born of God, and everyone that loveth him that begat loveth him also that is begotten of him. whosoever believeth that Jesus is the Christ and born of God. യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. And everyone loveth him and begat loveth him also that is begotten of him. ജനിപ്പിച്ചവനെ സ്നേഹിക്കുന്നവനെല്ലാം അവനിൽ നിന്ന് ജനിച്ചവനെയും സ്നേഹിക്കുന്നു. So this is the purpose or the plan of God concerning every individuals. ഓരോ വ്യക്തികളെയും കുറിച്ച് ദൈവത്തിന്റെ പദ്ധതിയും ഉദ്ദേശവും ഇതാകുന്നു. Without salvation you cannot change as a God's people. രക്ഷിക്കപ്പെടാതെ നിങ്ങൾക്ക് ആർക്കും തന്നെ ദൈവജനമായി മാറുവാൻ കഴിയുന്നതല്ല. If you want to become a God's people, you have to first step of God's people. If you want to come, you have to attain salvation through Jesus Christ. ദൈവത്തിന്റെ ജനം എന്ന് പറയണമെങ്കിൽ വ്യക്തമായി രക്ഷയുടെ അനുഭവത്തിലേക്ക് നിങ്ങൾ ഓരോരുത്തരും കടന്നു വന്നേ മതിയാകൂ. Then only we can come to the first step of with our Jesus. അങ്ങനെയെങ്കിൽ മാത്രമേ യേശുക്രിസ്തുവിനോട് കൂടെ ആദ്യ ചുവട് വയ്ക്കുവാൻ നമുക്ക് കഴിയൂ. Second, we have to take water baptism. രണ്ടാമതായി നാം ജലസ്നാനം സ്വീകരിക്കണം. Third, we have to receive the baptism of the Holy Ghost. Then only we will become bride of Christ. മൂന്നാമതായി നാം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചാൽ മാത്രമേ ക്രിസ്തുവിന്റെ മണവാട്ടിയായി മാറുകയുള്ളൂ. When the Holy Spirit works in us, we can attain the Pentecostal experience in our life. പരിശുദ്ധാത്മാവ് നമ്മിൽ വ്യാപരിച്ചാൽ മാത്രമേ പെന്തക്കോസ്തിന്റെ യഥാർത്ഥ അനുഭവം നമുക്ക് സ്വായത്തമാക്കുവാൻ കഴിയൂ. And we can see the New Jerusalem come back together, fitly prayed together. നമുക്കറിയാവുന്നതുപോലെ പുതിയ യെരൂശലേം എന്നത് പൂർണ്ണമായി തമ്മിൽ ഇണക്കി ചേർത്ത് യുക്തമായി പണിതതാകുന്നു. So we have to be united and we have to grow in the Lord as the temple of living God. ആകയാൽ ജീവനുള്ള സത്യദൈവത്തിന്റെ തിരു ആലയമായി നാം വളർച്ച പ്രാപിച്ച് പണിതു വരണം. And apostolic ministry makes everyone one in one unity. ഒരു അപ്പോസ്തോലിക ശുശ്രൂഷ എല്ലാവരെയും ഒന്നാക്കി ചേർക്കുന്നതാകുന്നു. Those who are united with apostle, they have to be very careful in their life. എന്നാൽ അപ്പോസ്തലന്മാരുമായി ഐക്യമത്യപ്പെടുന്നവർ നന്നായി ശ്രദ്ധിച്ചിരിക്കണം. So those who are united with apostle, they always have to stick fast with apostolic doctrine and ministry. അപ്പോസ്തലന്മാരുമായി ഐക്യപ്പെട്ടവർ അവർ അപ്പോസ്തോലിക ഉപദേശത്തിലും ശുശ്രൂഷയിലും ഐക്യമായിരിക്കണം. In Acts of Apostles chapter 2 verse 42 when we read, അപ്പോസ്തലപ്രവൃത്തി 2:42 നാം വായിക്കുമ്പോൾ, there we can see they continue not in between, they continued steadfast in the apostles doctrines and fellowships. അവർ അവിടെ നാം തുടർന്നു പോന്നു, ഇംഗ്ലീഷിൽ തുടർന്നു പോയിരുന്നു എന്ന് വായിക്കുന്നു. അവർ ഇടയ്ക്കിടയ്ക്കല്ല എപ്പോഴും അപ്പോസ്തലന്മാരുമായിട്ട് ഉള്ള കൂട്ടായ്മയിൽ തുടർന്നു പോയി. Read that word, Acts of Apostles chapter 2 verse 42. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. And they continued steadfastly in the apostles' doctrine and fellowship,
and in breaking of bread and in prayers. So when you maintain such things, you will never go to any other things of your life. ആകയാൽ ഇങ്ങനെ ഒരു സ്ഥിരത നിങ്ങൾ പുലർത്തിയാൽ മാത്രമേ ജീവിതത്തിൽ മറ്റുള്ള കാര്യങ്ങളെ നിങ്ങൾ അനുവദിക്കാതിരിക്കുകയുള്ളൂ. So we have to continue in this apostolic doctrine and fellowship. ആകയാൽ നാം എല്ലാവരും അപ്പോസ്തലിക ഉപദേശത്തിലും കൂട്ടായ്മയിലും തുടർച്ചയായി സ്ഥിരത കാണിച്ചു പോകണം. Those who continue steadfast in apostolic doctrine and fellowship, they will depart from the three groups of people. ഇങ്ങനെ അപ്പോസ്തലിക ഉപദേശവും കൂട്ടായ്മയുമായി സ്ഥിരമായി തുടർന്നു പോകുന്നവർ മൂന്ന് കൂട്ടങ്ങളിലുള്ള ജനത്തോട് വേർപെട്ടവരായിരിക്കും. Because they know the doctrines. എന്തുകൊണ്ടെന്നാൽ അവർക്ക് ഉപദേശം അറിയാം. They love the holiness. അവർ വിശുദ്ധിയെ സ്നേഹിക്കുന്നു. They want to be with the Lord, and they want to be with the Lord, and they want to make intimate fellowship with God. അവർ ദൈവത്തോട് കൂടി ആയിരിക്കും. അവർ ദൈവത്തോട് കൂടി ഒരു ഉറ്റ ബന്ധം പുലർത്തുവാൻ ആഗ്രഹിക്കും. If so, what is these three groups? അതങ്ങനെയാണെങ്കിൽ ഈ മൂന്ന് കൂട്ടങ്ങൾ എന്താകുന്നു? The first group is forward in doctrines. ഒന്നാമത്തെ കൂട്ടരെന്ന് പറഞ്ഞാൽ ഉപദേശത്തിൽ വക്രതയുള്ളവർ. So we have to separate from this group of people those who are forward in doctrines. ആകയാൽ ഉപദേശത്തിൽ വക്രത ഉള്ളവരിൽ നിന്ന് നിശ്ചയമായും നാം വേർപെട്ടിരിക്കണം. Sometime while we are in the home, some people will come. It may be your relation or it may be your friend. They also used to share the word of God. But if you fail, if you do not know the doctrines, you will also your life will be also spoiled, and spiritual life also will be defiled. ചിലപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിൽ ബന്ധുമിത്രാദികൾ കടന്നു വരാറുണ്ട്. അവരും ചിലപ്പോൾ ദൈവവചനം പങ്കുവെച്ചേക്കാം. എന്നാൽ വ്യക്തമായ ഉപദേശം നമുക്ക് അറിയില്ല എങ്കിൽ അവരോട് എതിർത്ത് നിൽപ്പാനോ ഈ അപ്പോസ്തലിക ഉപദേശത്തിൽ മുൻപോട്ട് സ്ഥിരമായി പോകുവാനോ നമുക്ക് കഴിയാതെ വരും. So we should be very careful in our life. We should not offer sacrifice in Egypt. We are called and chosen to offer sacrifice only in the wilderness. That is the church of God. അതുകൊണ്ട് ഓർത്തുകൊള്ളുക, നാം ഇസ്രായേലിൽ യാഗം കഴിക്കുവാൻ വിളിക്കപ്പെട്ടവരല്ല. നാം യാഗം കഴിക്കേണ്ടുന്ന സ്ഥലം മരുഭൂമിയാകുന്നു. അവിടെയാകുന്നു ഈ അപ്പോസ്തലിക ഉപദേശമുള്ള സഭ. So we should be very careful about the forward doctrines. So we shouldn't listen to any other doctrines contrary to the doctrine of Christ. ആകയാൽ ക്രിസ്തുവിന്റെ ഉപദേശത്തിന് വിപരീതമായി മറ്റു വക്രതയുള്ള ഒരു ഉപദേശത്തിനും നാം ചെവി കൊടുക്കുകയേ അരുത്. Satan, how he deceive our life? എങ്ങനെയാകുന്നു പിശാച് നമ്മുടെ ജീവിതത്തെ വഞ്ചിക്കുന്നത്? It will go through the doctrine and at the end it will divert our life. അത് അല്ലെങ്കിൽ അവൻ ഈ ഉപദേശത്തിൽ കൂടി പോകുന്നത് പോലെ തോന്നും, എന്നാൽ അവസാനം ദിശ മാറ്റിവിടും. Some of our dear beloved ones was deceived because they are lacking in the doctrine of Christ, and now they are no more with us. നമ്മിൽ ചിലർ ഇപ്രകാരം വഞ്ചിക്കപ്പെട്ട് ഈ ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിന്ന് വേർപെട്ടു പോയി. ഇപ്പോൾ അവർ നമ്മോട് കൂടെ ഇല്ല. So we should be very careful and we should be aware of the doctrine of Christ and doctrine of apostolic doctrine and fellowship, and we should be aware of our life, then we will be preserved. ആകയാൽ ക്രിസ്തുവിന്റെ ഉപദേശത്തെക്കുറിച്ചും അപ്പോസ്തലിക ഉപദേശവും കൂട്ടായ്മയെക്കുറിച്ചും നാം ജാഗരൂകരായിരിക്കണം. In Acts of Apostles chapter 7 when we read അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം നാം വായിച്ചാൽ verse 38, when we read about the church in the wilderness, 38-ാം വാക്യത്തിൽ മരുഭൂമിയിലെ സഭ എന്ന് ഒരു വാക്ക് നാം കാണുന്നു. read that word. സീനായി മലയിൽ തന്നോട് സംസാരിച്ച ദൂതനോടും നമ്മുടെ പിതാക്കന്മാരോടും കൂടെ മരുഭൂമിയിലെ സഭയിൽ ഇരുന്നവനും നമുക്ക് തരുവാൻ ജീവനുള്ള അരുളപ്പാട് ലഭിച്ചവനും അവൻ തന്നെ. This is he that was in the church in the wilderness, when the angel will speak to him in Mount Sinai, and with our fathers who received the lively oracles to give unto us. So here we can see in
the church in the wilderness. ഇവിടെ നാം കാണുന്നത് പോലെ മരുഭൂമിയിൽ ഒരു സഭയുണ്ട്. The angel that spake to him the Mount Sinai with our fathers. സീനായി മലയിൽ നമ്മുടെ പിതാക്കന്മാരോടുകൂടെ സംസാരിച്ച ദൂതൻ, who received the lively oracles to give unto us. നമുക്ക് തരുവാൻ ജീവനുള്ള അരുളപ്പാട് ലഭിച്ചവർ. So we should be very careful. We are in the spiritually, we are in the church in the wilderness. ആകയാൽ നാം വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം. നാം എല്ലാവരും മരുഭൂമിയിലെ സഭയിൽ തന്നെ ആയിരിക്കണം. So the church in the wilderness means always lead upon to our beloved bridegroom Jesus. മരുഭൂമിയിലെ സഭ എന്തെന്നാൽ എപ്പോഴും പ്രിയനായ യേശുവിന്റെ മാർവിടത്തിൽ മാത്രം ചാരുന്ന അനുഭവമാകുന്നു. When we lean upon Jesus Christ and his teaching and his doctrine in our life, we will not be deceived by this devil or evil powers. Until the coming of the Lord, God will transform our life as New Jerusalem and Zion. നമ്മുടെ ജീവിതത്തിൽ ഈ യേശുവിനോടും അവന്റെ ഉപദേശങ്ങളോടും അവന്റെ സത്യങ്ങളോടും കൂടെ മാത്രം അതിൽ മാത്രം നാം ചാരുന്നുവെങ്കിൽ നാം പിശാചിനാൽ വഞ്ചിക്കപ്പെടുകയില്ല. യേശു വരുമ്പോൾ നാം രൂപാന്തരപ്പെട്ട് പുതിയ യെരൂശലേമായി സിയോനായി നാം മാറും. Why I am telling often and often these words? ഈ വാക്കുകൾ എന്തുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നു? Now the generation, new generation, basically they do not know this truth. നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഈ അടിസ്ഥാന സത്യങ്ങൾ അവർ അജ്ഞരാകുന്നു. So any time this fallen spirit can deceive their life and push into the hellfire also. അതുകൊണ്ട് ഏത് സമയത്തും വീണുപോയ ദുരാത്മാക്കൾ അവരുടെ ജീവിതത്തെ വഞ്ചിച്ച് നിത്യനരകത്തിലേക്ക് തള്ളിയിടുവാനിടയാകും. Nowadays we can see the church, the Rapid Grace. The church name is called the Rapid Grace. ഇപ്പോൾ ചില സഭ നാം കാണുന്നു, അതിന്റെ പേര് ഉടനടിയുള്ള കൃപ. That means what they teach us, the former things you commit sin in your life is forgiven. അതെന്താ അവരെന്താകുന്നു ആ സഭയിൽ പഠിപ്പിക്കുന്നത്? നിങ്ങൾ മുൻപ് ചെയ്ത പാപങ്ങളെല്ലാം കർത്താവ് ക്ഷമിച്ചു കഴിഞ്ഞു. And present sins you are going to do or you are on the way, so this also will be forgiven. ഇപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പാപങ്ങളും അല്ലെങ്കിൽ ഇനിയും ചെയ്യുവാൻ പോകുന്ന പാപങ്ങളും കൂടി കർത്താവ് ക്ഷമിച്ചു തരും. And the future also, if you are going to do sin, God will forgive you. ഇനി ഭാവിയിൽ നിങ്ങൾ ചെയ്യാൻ പോകുന്ന പാപങ്ങളും കൂടി കർത്താവ് ദൈവം നിങ്ങളോട് ക്ഷമിക്കും. In the Rapid Grace Church, they are teaching like this. റാപ്പിഡ് ഗ്രേസ് സഭ എന്ന അങ്ങനെ പേരോടുകൂടി ഒരു സഭയിൽ ഇതാകുന്നു അവരുടെ ഉപദേശം. So many churches have so many doctrines. That doctrine is not doctrine of Christ. ആകയാൽ ഇങ്ങനെ പലവിധമായ നവയുഗ സഭകളെ നാം കാണുന്നു. ഇതൊന്നും ക്രിസ്തുവിന്റെ ഉപദേശത്തിലുള്ളതല്ല. I know one of our believer, he is no more in this faith. നമ്മുടെ ഒരു വിശ്വാസിയെ എനിക്കറിയാമായിരുന്നു, ഇപ്പോൾ താൻ ഈ വിശ്വാസത്തിലല്ല. And he is not a new believer. From the birth itself he was deep. താൻ ഒരു പുതിയ വിശ്വാസിയൊന്നുമല്ല. ജനനത്തിൽ തന്നെ താൻ ജനിച്ചത് ഈ പെന്തക്കോസ്ത് മിഷൻ സഭയിലാണ്. He used to come to church, but at the same time, whenever I visited the house, he used to always argue with me. താൻ എപ്പോഴും സഭയിൽ കടന്നു വരുമായിരുന്നു. അതേ സമയം തന്നെ ഞാൻ എപ്പോഴെല്ലാം തന്നെ സന്ദർശിക്കുന്നുവോ താൻ എന്നോട് വാഗ്വാദം നടത്തുമായിരുന്നു. He got some teachings from other place and he told Jesus died on the cross of Calvary. He did everything and finished. താൻ മറ്റ് സഭകളിൽ നിന്ന് ചില ഉപദേശങ്ങൾ തനിക്ക് ലഭിച്ചു. എന്നോട് പറയുന്നത് പ്രകാരമായിരുന്നു, യേശു കാൽവരി ക്രൂശിൽ സകലതും ചെയ്ത് തികച്ചു കഴിഞ്ഞു. And no need to strike. അതുകൊണ്ട് നമുക്കിനി പോരാടേണ്ട No need to ഒരാവശ്യവുമില്ല. No need to fight. നമുക്കിനി യുദ്ധം ചെയ്യേണ്ട ഒരാവശ്യവുമില്ല. Just rest. God will take charge of the rest of the things. വിശ്രമിച്ചുകൊള്ളുക, സ്വസ്ഥമായിരുന്നാൽ മതി, ബാക്കിയെല്ലാം ദൈവം നോക്കിക്കൊള്ളും. So the teaching was this way, how they taught to him, and this entered in his life also. അപ്പോൾ ആ സഭയിലുള്ളവർ അല്ലെങ്കിൽ ആ കൂട്ടത്തിലുള്ളവർ ഇദ്ദേഹത്തെ പഠിപ്പിച്ചത് ഇങ്ങനെയാകുന്നു. ഇത് മുഴുവൻ ഇദ്ദേഹത്തിന്റെ ചിന്തയിൽ പ്രവേശിച്ചു. I asked,
Did you went to any other church to receive this word? ഇങ്ങനെയുള്ള വാക്കുകൾ കേൾക്കുവാൻ ഏതെങ്കിലും സഭയിൽ പോയോ എന്ന് ഞാൻ ചോദിച്ചു. Then wife told, yes, we used to go like that. ഉടനെ ഭാര്യ പറഞ്ഞു, അതെ, ഞങ്ങൾ അങ്ങനെയൊക്കെ പോകാറുണ്ട്. See, not only they deceived another family also, few families, and took them to that church. അവർ വഞ്ചിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, ചില കുടുംബങ്ങളും കൂടി അവർ നിമിത്തം വഞ്ചിക്കപ്പെട്ട് അങ്ങനെയുള്ള സഭയിലേക്ക് പോയി. So in the faith life, in this wilderness path, in our spiritual life, no need to strive, no need to fight the battles, no need to do anything, just keep quiet. That means don't praise God, don't pray, don't take fast and pray, nothing. Our faith, God has done everything. ആകയാൽ ഈ മരുഭൂമി യാത്രയിൽ നിങ്ങൾ സ്വസ്ഥമായിരുന്നാൽ മതി. യുദ്ധം ചെയ്യേണ്ട, പോരാടേണ്ട, ഉപവസിക്കേണ്ട, പ്രാർത്ഥിക്കേണ്ട, സ്തോത്രം ചെയ്യേണ്ട, വിശ്രമിച്ചാൽ മതി. ബാക്കിയെല്ലാം ദൈവം നോക്കിക്കൊള്ളുമെന്നാണ് പറഞ്ഞു വെക്കുന്നത്. He never used to attend the tarrying meeting. താൻ ഒരിക്കലും രാത്രിയോഗങ്ങളിൽ പങ്കെടുക്കാറില്ല. So he is telling everything God has done. Why should I attend tarrying meeting? എല്ലാം യേശു ചെയ്ത് തികച്ചല്ലോ, ഇനി ഞാൻ പോയി രാത്രിയോഗത്തിന് ഇരിക്കേണ്ട ആവശ്യം എന്താണ്? I saw the spirit that worked in his life is a dreadful spirit. തന്റെ ജീവിതത്തിൽ പോരാടിയ ഈ ദുരാത്മാവ് ഭയങ്കരത്വമുള്ള ആത്മാവാണെന്ന് ഞാൻ കണ്ടു. Dear beloved ones, St. Paul, what he writes. പ്രിയ ദൈവമക്കളെ, വിശുദ്ധ പൗലോസ് എന്താണ് എഴുതുന്നത്? I fought the good fight of faith. ഞാൻ വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതു. I finished my course. ഞാൻ എന്റെ ഓട്ടം തികച്ചു. So why he had to write like this? എന്തുകൊണ്ട് താൻ ഇപ്രകാരം എഴുതേണ്ടി വന്നു? That means he had to strive and got victory, and he overcame everything in his life. അതിന്റെ അർത്ഥം തനിക്ക് ഒരു പോർ പൊരുതേണ്ട ആവശ്യമുണ്ടായിരുന്നു. താൻ പൊരുതി സകലത്തെയും ജയിച്ചു. In book of Revelation, when we read, to him that overcometh, the word that to him that overcometh. വെളിപ്പാട് പുസ്തകത്തിൽ നാം വായിക്കുന്നത് പോലെ ജയിക്കുന്നവന്. And we can see, to whom that overcometh, I will grant him to sit here with my throne. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. So overcoming people, those who are doing the overcoming life, only they can be seated in the eternity with the Jesus. അതുകൊണ്ട് മനസ്സിലാക്കിക്കൊള്ളുക, ജയിക്കുന്നവർക്ക് മാത്രമേ മുഴുവൻ നിത്യതയിലും യേശുവിനോടുകൂടെ ഇരിപ്പാൻ കഴിയൂ. So nowadays we can see erroneous doctrines came and defiled the people of God. ഇന്നത്തെ കാലങ്ങളിൽ നാം ശ്രദ്ധിച്ചാൽ എത്രയോ ദുരുപദേശങ്ങൾ കടന്നു വന്ന് ദൈവമക്കളെ മലിനമാക്കിക്കൊണ്ടിരിക്കുന്നു. We should be aware in our spirit, we should be fervent in our spirit, and we have to very careful in our spiritual life. നമ്മുടെ ആത്മാവിൽ നാം തീക്ഷ്ണതയുള്ളവരും ഉണർവുള്ളവരും ആയിരുന്നുകൊണ്ട് നാം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ശ്രദ്ധാലുക്കളായിരിക്കണം. St. Paul told in the book of Romans chapter 16 verse 17, when we read, വിശുദ്ധ പൗലോസ് റോമാലേഖനം 16:17 വാക്യത്തിൽ പ്രകാരം പറയുന്നു, now I beseech you, brethren, സഹോദരന്മാരെ, ഇപ്പോൾ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു, mark them which cause division and offense contrary to the doctrine that which ye have learned, and avoid them. നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിപരീതമായ ദ്വന്ദ്വപക്ഷങ്ങളെയും ഇടർച്ചകളെയും ഉണ്ടാക്കുന്നവരെ സൂക്ഷിച്ചു കൊള്ളണം. For they such serve not our Lord Jesus Christ, for their own belief by the good words and fair speeches deceive the heart of the simple. അങ്ങനെയുള്ളവർ നമ്മുടെ കർത്താവായ ക്രിസ്തുവിനെ അല്ല, തങ്ങളുടെ വയറ്റിനെ അത്രേ സേവിക്കുകയും ചക്കരവാക്കും മുഖസ്തുതിയും പറഞ്ഞ് സാധുക്കളുടെ ഹൃദയങ്ങളെ വഞ്ചിച്ചു കളയുകയും ചെയ്യുന്നു. Very careful. അധികം ശ്രദ്ധിച്ചുകൊള്ളുക. And even don't allow any independent prophets to come and prophesy about your life. ഒരു സ്വതന്ത്ര പ്രവാചകന്മാരും നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളുടെ ജീവിതത്തെ പറ്റി പ്രവചിക്കുവാൻ നിങ്ങൾ അനുവദിക്കരുത്. Once upon a time I was in that Pentecostal church. ഒരു സമയത്ത് ഞാൻ പെന്തക്കോസ്ത് സഭയിലായിരുന്നു. And every month one sister, believer sister, she used to come and she used to prophesy. എല്ലാ മാസവും ഒരു വിശ്വാസിയായ സഹോദരി വന്ന് പ്രവചിക്കുമായിരുന്നു. She is very good in the church. താൻ സഭയിൽ വളരെ നല്ല സ്വഭാവമുള്ളവളായിരുന്നു. So we used to go give lunch and we used to give 100 rupees. ഞങ്ങൾ Those days. ആ നാളുകളിൽ ഞങ്ങൾ
തനിക്ക് ഉച്ചഭക്ഷണം നൽകും, 100 രൂപയും കൊടുക്കും. She used to come and sit and she will inquire my mother, how is your husband, how is the spiritual life, and what about you, what about your children? She can comment me. എൻ്റെ ചെറുപ്രായത്തിൽ ഞങ്ങളുടെ വീട്ടിൽ വന്ന് അപ്രകാരം എൻ്റെ മാതാവിനോട് പല ചോദ്യങ്ങൾ ചോദിക്കുമായിരുന്നു. നിങ്ങളുടെ ഭവനം എങ്ങനെ പോകുന്നു, ഭർത്താവ് എങ്ങനെയുണ്ട്, കുഞ്ഞുങ്ങൾ എങ്ങനെയുണ്ട്, ഇങ്ങനെയുള്ള അന്വേഷണങ്ങളൊക്കെ അവൾ നടത്തുമായിരുന്നു. Based on these things she prophesied. ഈ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് അവസാനം പ്രവചിക്കുന്നത്. So she used to prophesy and we used to all clap the hands and say hallelujah, hallelujah. താൻ അപ്രകാരം പ്രവചിക്കുകയും ഞങ്ങൾ എല്ലാവരും കൈതട്ടി ഹല്ലേലൂയ ഹല്ലേലൂയ എന്നൊക്കെ പറഞ്ഞ് തന്നോട് ചേർന്ന് പോകുക. Because those days we are ignorant of this truth. എന്തുകൊണ്ടെന്നാൽ ആ ദിവസങ്ങളിൽ ഈ സത്യത്തെക്കുറിച്ച് ഞങ്ങൾ അറിവില്ലാത്തവരായിരുന്നു. We thought that God is dealing with us. ദൈവം ഞങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കാതിരുന്നു. Sometimes now some are seated here asking question. Some prophecy had happened in my life also. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നവരിൽ ചിലർ ഇപ്രകാരം ചിന്തിച്ചേക്കാം, അങ്ങനെയുള്ള ചില പ്രവചനങ്ങൾ എൻ്റെ ജീവിതത്തിൽ നന്നായി നടന്നുവല്ലോ. For example, I am speaking unknown tongues to this brother and prophesy that tomorrow you are going to die through heart attack. ഇപ്പോൾ ഞാൻ ഈ സഹോദരന് നേരെ നോക്കി ഇപ്രകാരം പ്രവചിച്ചു പറയുന്നു, നാളെ നീ ഹൃദയാഘാതത്താൽ മരിക്കും. That fear brings his life next day, high pressure and everything, and he will die. ഈ ഭയം, ഇത് കേട്ട ഉടനെയുള്ള ഭയം തന്റെ ജീവിതത്തിലെ ഹൃദയത്തിൽ രക്തസമ്മർദ്ദം കൂട്ടുകയും നിശ്ചയമായും മരിക്കുകയും ചെയ്യും. So he will definitely die. ആകയാൽ ആ വ്യക്തി നിശ്ചയമായും മരിക്കും. Why? എന്തുകൊണ്ട്? Because he believed my word. എന്തുകൊണ്ടെന്നാൽ എന്റെ വാക്ക് താൻ വിശ്വസിച്ചു. At same time, അതേസമയം തന്നെ what he had to do? താൻ എന്താണ് ചെയ്യേണ്ടത്? He had to say, I shall not die, but live and declare the works of God. താൻ എന്താകുന്നു പറയേണ്ടുന്നത്? ഞാൻ മരിക്കുകയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് എന്റെ ദൈവമായ യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. If he knows the doctrine, he can, through that word, he can live. ആകയാൽ ഉപദേശ സത്യങ്ങൾ നല്ലവണ്ണം അറിഞ്ഞാൽ വാഗ്ദത്ത വചനങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് ജീവിക്കാൻ കഴിയും. In book of Job we can see what I feared that came in my life. യോബിന്റെ പുസ്തകത്തിൽ നാം കാണുന്നു, ഞാൻ പേടിച്ചത് തന്നെ എനിക്ക് ഭവിച്ചു. So whatever you believe, that will happen. That it may be a positive or negative. ആകയാൽ നാം എന്ത് വിശ്വസിക്കുന്നുവോ അത് അനുകൂലമായിരുന്നാലും നിഷേധാത്മകമായിരുന്നാലും അത് തന്നെ നാം ഭയപ്പെടുന്നത് സംഭവിക്കും. So we should be very careful. അതുകൊണ്ട് നാം എല്ലാവരും ശ്രദ്ധാലുക്കളായിരിക്കണം. After coming to this truth, because I was in the youth stage, I was crying to get the word of God. ഈ സഭയിലേക്ക് വന്നതിന് ശേഷം എന്റെ യൗവനകാലത്ത് ദൈവവചനം ലഭിക്കേണ്ടതിന് ഞാൻ കരയുമായിരുന്നു. The former church, I couldn't receive any word. ഞാനായിരുന്ന മുൻപിലത്തെ സഭയിൽ വ്യക്തമായ ഒരു ദൈവ ശബ്ദം വചനം ഞാൻ കേട്ടില്ല. I used to cry night time, Lord, lead me to the truth. ഞാൻ രാത്രി കാലങ്ങളിൽ ഇരുന്ന് കരയുമായിരുന്നു, കർത്താവേ, സത്യമെന്നുണ്ടെങ്കിൽ അതിലേക്ക് എന്നെ നയിക്കണമേ. One day while I was praying, ഒരു ദിവസം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ I filled in the Spirit mightily. ഞാൻ അതിശക്തമായ ആത്മാവിൽ നിറഞ്ഞു. And the Holy Spirit started to intercede for me. പരിശുദ്ധാത്മാവ് എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ തുടങ്ങി. In that time the word came, lead me into the church of truth. അപ്പോൾ ഒരു വാക്യപ്രകാരം വന്നു, സത്യമുള്ള സഭയിലേക്ക് എന്നെ നയിക്കണമേ. Lead me into the church of truth. സത്യസഭയിലേക്ക്, സത്യമുള്ള സഭയിലേക്ക് എന്നെ നയിക്കണമേ. I was in the fullness of anointing. This word came out of my mouth. ഞാൻ അഭിഷേകത്തിന്റെ നിറവിൽ ഇരിക്കുമ്പോഴാണ് ഈ വാക്ക് എന്റെ വായിൽ നിന്ന് വരുന്നത്. At the same time my thoughts, my mind is telling, I am already in the church of truth. Why the Holy Spirit urges me to say so? അതേസമയം തന്നെ എന്റെ ബുദ്ധി, എന്റെ സ്വന്തം മനസ്സിൽ പ്രകാരം മറ്റൊരു വാക്ക് വന്നു, ഞാൻ ഇപ്പോൾ ഒരു സത്യസഭയിലാണല്ലോ, പിന്നെ എന്തുകൊണ്ട് പരിശുദ്ധാത്മാവ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു? Anyhow, I obeyed to the Holy Spirit. That word came often and often. ഈ വാക്കുകൾ തുടർച്ചയായി എന്നിൽ നിന്ന് വന്നുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പരിശുദ്ധാത്മാവിനെ അനുസരിച്ചു. So that word came and revived me, and later Lord led to this church. ആ വചനം, ആ വാക്ക് എന്നെ തട്ടി ഉണർത്തുകയും പിന്നീട് കർത്താവ് ഈ സഭയിലേക്ക് ഞങ്ങളെ കൊണ്ടുവരികയും ചെയ്തു. Later only I came to know that Holy Spirit is helping in our infirmities.
അപ്പോഴാകുന്നു എനിക്ക് മനസ്സിലായത് പരിശുദ്ധാത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. In book of Romans chapter 8 verse 26 when we read that, റോമാലേഖനം 8:26 നാം വായിച്ചാൽ, likewise the Spirit also helpeth our infirmities. അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. We do not know how we should pray. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. The Spirit maketh intercession for us, groaning which cannot be uttered. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. So dear beloved ones, if you are filled with the Holy Spirit mightily, you can escape from the forward generation. ആകയാൽ പ്രിയമുള്ള ദൈവമക്കളെ, പരിശുദ്ധാത്മാവിന് നിങ്ങൾ നന്നായി ഇടം കൊടുത്ത് നിറയുന്നുവെങ്കിൽ ഈ വക്രതയുള്ള ഉപദേശത്തിൽ നിന്ന്, തലമുറയിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ കഴിയും. Say after we came to this fellowship, ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വന്നതിന് ശേഷം the same sister next month she came. ഇതേ നേരത്തെ പറഞ്ഞ സഹോദരി വീണ്ടും ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു. I told auntie, what do you want? ഞാൻ പറഞ്ഞു, ആന്റി എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? No, we start to pray. ഇല്ല നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. No need. ഉടനെ ഞാൻ പറഞ്ഞു, വേണ്ട. You want tea? ചായ വേണോ? Yes. വേണം. Gave last 100 rupees and told, here to go come. അവസാനമായി 100 രൂപ കൊടുത്തിട്ട് പറഞ്ഞു, ഇനി മേലാൽ ഇങ്ങോട്ട് വരരുത്. Because we every Sunday we are getting the counsel of God. എന്നാൽ എല്ലാ ആഴ്ചയും ഞങ്ങൾക്ക് ദൈവത്തിന്റെ ആലോചന ഞായറാഴ്ച ലഭിക്കുന്നുണ്ട്. How many people of God experience it in your life? നിങ്ങളുടെ എത്ര പേർ നിങ്ങളുടെ ജീവിതത്തിൽ ഇത് അനുഭവിക്കുന്നു? Raise up your hands and shout hallelujah. ദയവായി കരങ്ങളെ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. Oh, God has delivered us. അതേ, ദൈവമാകുന്നു നമ്മെ വിടുവിച്ചു കൊണ്ടുവന്നത്. So don't allow any unwanted defilements going through prophecy, unwanted prophecy, and makes your life to be destroyed. ആകയാൽ നിങ്ങളുടെ ജീവിതത്തിൽ യാതൊരു അനാവശ്യ പ്രവചനങ്ങളും കൊണ്ടുവന്ന് ജീവിതത്തെ താറുമാറാക്കുവാൻ, തകർത്തു കളയുവാൻ നിങ്ങൾ തന്നെ ഇടം കൊടുക്കരുത്. In order to steadfast, continue and steadfast in apostolic doctrine and fellowship, we have to separate from the second group, the forward in life. ഇപ്രകാരം അപ്പോസ്തോലിക ഉപദേശത്തിൽ സ്ഥിരതയോടെ മുൻപോട്ട് പോകേണ്ടതിന് നാം രണ്ടാമത്തെ ഒരു കൂട്ടരോട് വേർപെട്ടിരിക്കണം. അവരാകുന്നു ജീവിതത്തിൽ വക്രതയുള്ളവർ. Such people we have to avoid them, and we have to spiritually we have to grow in our life. അങ്ങനെയുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നാം ഒഴിവാക്കിക്കൊണ്ട് നാം ആത്മീയ ജീവിതത്തിൽ വളരണം. No time to meditate all these things. ഈ കാര്യങ്ങളെല്ലാം സവിസ്തരമായി ചിന്തിക്കുവാൻ സമയമില്ല. In 1 Corinthians chapter 5 verse 11 we read. 1 കൊരിന്ത്യർ 5:11 വായിച്ചാൽ We can see about St. Paul writes that I return not to keep company with those who came in Christ. അവിടെ വിശുദ്ധ പൗലോസ് ഇപ്രകാരം പറയുന്നു, ക്രിസ്തുവിൽ വന്നിരിക്കുന്നവരോട് ഉള്ള വേർപാടിനെ പറ്റി. So those who called as a brother, സഹോദരൻ എന്ന് പേർപ്പെട്ട ഒരുവൻ, fornicator, covetousness, idolater, railer, drunkard, extraordinary, such one, even don't go and eat with that person also. അങ്ങനെ പേർപ്പെട്ട ഒരുവൻ ദുർനടപ്പുകാരനോ അത്യാഗ്രഹിയോ വിഗ്രഹാരാധിയോ വാരിഷ്ഠകാരനോ മദ്യപനോ പിടിച്ചുപറിക്കാരനോ ആകുന്നുവെങ്കിൽ അവനോട് സംസർഗം അരുത്. So we have to be careful, and we have to be careful about forward in life. ആകയാൽ ക്രിസ്തുവിൽ വന്നിട്ടും ജീവിതത്തിൽ വക്രതയുള്ളവരെ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളണം. Why God is not revealing as an almighty God in our life? എന്തുകൊണ്ടാകുന്നു ദൈവം ഒരു സർവശക്തനായ ദൈവമായി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്താത്തത്? Why? What's the problem? എന്താണ് പ്രശ്നം? We attained salvation through Jesus Christ. യേശുവിൽ കൂടെയല്ലേ നാം രക്ഷ പ്രാപിച്ചത്? We took water baptism. Yes, it's true. നാം ജലസ്നാനം സ്വീകരിച്ചതും ശരിയല്ലേ? We received the baptism of the Holy Spirit. നാം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും പ്രാപിച്ചതാണല്ലോ. But we have to separate from forward in life, and we have to separate our life. ആകയാൽ നാം ജീവിതത്തിൽ വക്രതയുള്ളവരെ വിട്ട് നമ്മുടെ ജീവിതത്തെ സൂക്ഷിക്കണം. As St. Paul told to Timothy, keep thyself pure. വിശുദ്ധ പൗലോസ് തിമോഥെയോസിനോട് പറഞ്ഞതുപോലെ നിന്നെ തന്നെ
നിർമ്മലനായി സൂക്ഷിക്കുക. In book of 2 Corinthians chapter 6 verse 14 onwards we read. 2 കൊരിന്ത്യർ 6:14 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ There we can see how we have to separate from persons. അങ്ങനെ എങ്ങനെയാകുന്നു വ്യക്തികളിൽ നിന്ന് വേർപെട്ടിരിക്കേണ്ടതെന്ന് അവിടെ നാം കാണുന്നു. How we have to separate from the light into darkness. എങ്ങനെ വെളിച്ചം ഇരുളിൽ നിന്ന് വേർപെട്ടിരിക്കണമെന്ന് നാം കാണുന്നു. So as we go on keeping reading that passage, ആ ഒരു ഭാഗം നാം വായിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ then we can see ye are the temple of living God. അവിടെ നാം ഇപ്രകാരം കാണുന്നു, നിങ്ങൾ ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ. We make our life separation, then the Lord says ye are the temple of living God. വേർപാട് ജീവിതം നാം സൂക്ഷിച്ചു കഴിഞ്ഞാൽ ദൈവം നമ്മളോട് പറയുന്നു, നിങ്ങൾ ജീവനുള്ള ദൈവത്തിന്റെ ആലയം. And God has said I will dwell in you. അപ്പോൾ ദൈവം പറയുന്നു, ഞാൻ അവരിൽ വസിക്കും. I will dwell in them. ഞാൻ അവരിൽ വസിക്കുകയും And I will walk in them. അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. And I will be their God. ഞാൻ അവർക്ക് ദൈവവും And they shall be my people. അവർ എനിക്ക് ജനവും ആകും. Therefore come out among them. അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പീൻ. Be separated, said the Lord, and touch not unclean things, then I will receive unto you. അവരിൽ നിന്ന് വേർപെട്ടിരിപ്പീൻ, അശുദ്ധമായതൊന്നും തുടരുത്, അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങളെ കൈക്കൊള്ളും. I will be father unto you. ഞാൻ നിങ്ങൾക്ക് പിതാവും, Ye shall be my sons and daughters, നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും, said the Lord Almighty. ആയിരിക്കുമെന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. So here we can see we have to separate from forward in life. ആകയാൽ ഇവിടെ നാം കാണുന്നത് പോലെ ജീവിതത്തിൽ വക്രതയുള്ളവരിൽ നിന്ന് നാം വേർപെട്ടിരിക്കണം. And third group we can see we have to separate from forward in apostolic order. മൂന്നാമതായി അപ്പോസ്തോലിക ക്രമത്തിൽ നിന്ന് വക്രതയുള്ളവരിൽ നിന്ന് നാം വേർപെട്ടിരിക്കണം. Some they used to pretend that they are united with the fellowship and the doctrine of apostles. ചിലർ അപ്പോസ്തോലിക കൂട്ടായ്മയും ഉപദേശവും ഒക്കെ ആയിട്ട് നല്ല ഐക്യപ്പെട്ടിരിക്കുന്നത് പോലെ തോന്നും. But they are not in the right order with the apostolic fellowship. എന്നാൽ അപ്പോസ്തോലിക കൂട്ടായ്മയുമായിട്ട് ശരിയായിട്ടൊരു ക്രമം ഇല്ലാതെയാണ് അവർ ജീവിക്കുന്നത്. We can see in book of 2 Thessalonians. 2 തെസ്സലോനിക്കരിൽ ലേഖനത്തിൽ നാം അത് കാണുന്നു. Chapter 3 verse 6 when we read. 3-ാം അധ്യായം 6-ാം വാക്യം വായിച്ചാൽ, Please. സഹോദരന്മാരെ, ഞങ്ങളോട് പ്രാപിച്ച പ്രമാണം വിട്ട് ക്രമം കെട്ട് നടക്കുന്ന ഏത് സഹോദരനോടും അകന്നു കൊള്ളണം എന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളോട് ആജ്ഞാപിക്കുന്നു. Now we command you, brethren, in the name of our Lord Jesus Christ, that ye withdraw yourselves from every brother that walketh disorderly, and not after the tradition which he received of us. So here we can see, withdraw yourself from every brother that walketh disorderly. ഇവിടെ നാം കാണുന്നു, ഞങ്ങളോട് പ്രാപിച്ച പ്രമാണം വിട്ട് ക്രമം കെട്ട് നടക്കുന്ന ഏത് സഹോദരനോടും അകന്നുകൊള്ളണം. So in life of Pharaoh, he told, land is here, you offer sacrifice here. ഫറവോന്റെ ജീവിതത്തെ നോക്കുക, ദേശം ഇവിടെയുണ്ട്, ഇവിടെ യാഗം കഴിച്ചുകൊള്ളുക. No, we have to offer sacrifice only in the wilderness. അല്ല, നാം യാഗം കഴിക്കേണ്ടുന്നത് മരുഭൂമിയിൽ മാത്രമാകുന്നു. We have to offer our life as a sacrifice of praises and thanksgiving in the wilderness church. നാം നമ്മുടെ ജീവിതത്തെയും നമ്മുടെ ജീവിതത്തിൽ നിന്ന് സ്തോത്രയാഗത്തെയും നാം പ്രാർത്ഥനയും എല്ലാം യാഗമായി കഴിക്കേണ്ടുന്നത് മരുഭൂമിയിലെ സഭയിൽ മാത്രമാകുന്നു. In the wilderness church, how the angel led the people of Israel. ആ മരുഭൂമിയിലെ സഭയിൽ എങ്ങനെയാകുന്നു ദൈവദൂതൻ ഇസ്രായേൽ മക്കളെ നടത്തിയത്? Likewise also, God ordained the church, apostles are to lead the church, and the Holy Spirit is anointed them as overseer to lead the church of God. അങ്ങനെയുള്ള സഭയിൽ കർത്താവ് അപ്പോസ്തലന്മാരെ വെച്ചിരിക്കുന്നു. അവരെ ദൈവം അഭിഷേകം ചെയ്ത് സഭയ്ക്ക് മേൽ നടത്തിപ്പുകാരായി കർത്തൃത്വം ചെയ്യുവാനായി വെച്ചിരിക്കുന്നു. So we should be very careful, then the Lord will lead you and guide you till the very end. ആകയാൽ ഈ വിഷയത്തിൽ നിങ്ങൾ ശ്രദ്ധാലുക്കളായിരിക്കണം. കർത്താവ് നിങ്ങളെ എല്ലാവരെയും അവസാനത്തോളം ഇതിൽ വഴി നടത്തും. How many of you want to
stand fast in this apostolic doctrine and fellowship? ഈ അപ്പോസ്തലിക കൂട്ടായ്മയിലെ ഉപദേശത്തിലും അന്ത്യത്തോളം നിലനിൽപ്പാൻ എത്ര പേർ ആഗ്രഹിക്കുന്നു? If you desire, then the Lord will strengthen you. നിങ്ങൾ അത് വാസ്തവമായി വാഞ്ചിക്കുന്നുവെങ്കിൽ നിങ്ങളെ ദൈവം ബലപ്പെടുത്തും. If you desire that, definitely God will separate from these three groups. നിങ്ങൾ അത് വാസ്തവമായി വാഞ്ചിക്കുന്നുവെങ്കിൽ ഈ മൂന്ന് കൂട്ടക്കാരിൽ നിന്നും ദൈവം നിങ്ങളെ വേർപെടുത്തി സൂക്ഷിക്കും. God will be with you and guide you even till the very end also. നിശ്ചയമായും ജീവപര്യന്തം അവൻ നിങ്ങളെ കരം പിടിച്ച് വഴി For നടത്തും. such people Jesus told, behold, I will be always with you even unto the end of this world. അങ്ങനെയുള്ളവരെ നോക്കിയാകുന്നു യേശു പറയുന്നത്, ഇതാ ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. When the world goes through famine, when the world goes to wars and everything, but God will lead us and guide us till the very end. ലോകം ക്ഷാമത്തിൽ കൂടി കടന്നുപോയിക്കൊള്ളട്ടെ, ലോകം വലിയ യുദ്ധങ്ങളിൽ കൂടി കടന്നുപോയിക്കൊള്ളട്ടെ, നിശ്ചയമായും ഈ ദൈവം നമ്മോട് കൂടെ ഇരുന്ന് അവസാനത്തോളം വഴി നടത്തും. Oh, those who are sincerely making fellowship with apostolic doctrine and fellowship, God is going to lead them till the very end. അപ്പോസ്തലിക ഉപദേശത്തോടും കൂട്ടായ്മയോടും അന്ത്യം വരെയും സ്ഥിരതയോടെ നിലനിൽക്കുവാൻ ആഗ്രഹിക്കുന്നവരെ കർത്താവ് വിശ്വസ്തനായി വഴി നടത്തും. We have no separate doctrines in our life. നമ്മുടെ ജീവിതത്തിൽ വ്യക്തമായ ഉപദേശത്തിന്റെ വേർപാടില്ലെങ്കിൽ We have no separate doctrine for us. നമുക്ക് വേണ്ടി നാം പ്രത്യേക ഉപദേശങ്ങളൊന്നും നമുക്കില്ല. We preach the doctrine of Christ. നാം പ്രസംഗിക്കുന്നത് ക്രിസ്തുവിന്റെ ഉപദേശമാണ്. That is called apostolic doctrine. അതാകുന്നു അപ്പോസ്തലിക ഉപദേശം. So everyone had to come to the knowledge and the truth of this doctrine. ആകയാൽ എല്ലാവരും ഈ അപ്പോസ്തലിക ഉപദേശ സത്യങ്ങളുടെ പരിജ്ഞാനത്തിലേക്ക് കടന്നു വരണം. For that shall we lift up our hands and praise God. അതിനായി നാം എല്ലാവരും കരങ്ങളെ ഉയർത്തി അല്പസമയം സ്തോത്രം ചെയ്താട്ടെ. Praise you, Lord. Praise you, Lord. Hallelujah. Hallelujah. Praise you. Praise you. Hallelujah. Praise you. Praise you, Lord. Hallelujah. Praise you, Lord. Praise you, Lord. Hallelujah. Now we are going to come to the second part of the spirit of Pharaoh. ഇപ്പോൾ ഇന്ന് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതിൽ ഫറവോന്റെ ദുരാത്മാവിൽ രണ്ടാമത്തെ വിഷയത്തിലേക്ക് നാം കടന്നു വരാം. Book of Exodus chapter 10 verse 9 to 11. പുറപ്പാട് പുസ്തകം 10-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ പോകേണ്ടുന്നവർ ആരെല്ലാം എന്ന് ചോദിച്ചതിന് മോശ, ഞങ്ങൾക്ക് യഹോവയുടെ ഉത്സവം ഉണ്ടാവുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ബാലന്മാരും വൃദ്ധന്മാരും പുത്രന്മാരും പുത്രിമാരുമായി പോകും, ഞങ്ങളുടെ ആടുകളെയും കന്നുകാലികളെയും കൂടെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. അവൻ അവരോട്, ഞാൻ നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞു കുട്ടികളെയും വിട്ടയച്ചാൽ യഹോവ നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. നോക്കുവിൻ, ദോഷമാകുന്നു നിങ്ങളുടെ ആന്തരം. അങ്ങനെയല്ല, നിങ്ങൾ പുരുഷന്മാർ പോയി യഹോവയെ ആരാധിച്ചുകൊള്ളുവിൻ. ഇതെല്ലാം നിങ്ങൾ അപേക്ഷിച്ചത് എന്ന് പറഞ്ഞു അവരെ ഫറവോന്റെ സന്നിധിയിൽ നിന്ന് ആട്ടിക്കളഞ്ഞു. And Moses said, we will go with our young and with our old, with our sons and with our daughters, with our flocks and with our herds will we go, for we must hold the feast unto the Lord. And he said unto them, let the Lord be so with you, as I will let you go, and your little ones. Look to it, for evil is before you. Not so, go now ye that are men, and serve the Lord, for them he did desire, and they were driven out from Pharaoh's presence. Praise the Lord. ദൈവത്തിന് സ്തോത്രം. Here we can see Moses told that our young, old, our sons and daughters have to go and offer sacrifice in the wilderness. ഇവിടെ മോശ ഇപ്രകാരം പറയുന്നതായി നാം കാണുന്നു, ഞങ്ങളും ഞങ്ങളുടെ ബാലന്മാരും വൃദ്ധന്മാരും പുത്രന്മാരും പുത്രിമാരുമായി ചേർന്ന് മരുഭൂമിയിൽ പോയി യാഗം കഴിക്കണം. Verse 10, what we read. എന്നാൽ 10-ാം വാക്യത്തിൽ എന്ത് വായിക്കുന്നു? In book of Exodus chapter 10 verse 10, what we read. പുറപ്പാട് പുസ്തകം 10-ന്റെ 10-ാം വാക്യം. And what Pharaoh told. എന്താകുന്നു ഫറവോൻ പറയുന്നത്? If I let you leave your little ones, that means your sons and daughters. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുകുട്ടികളെ, അതായത് നിങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും, look to it, for its evil is before you. നോക്കുവിൻ, ദോഷമാകുന്നു നിങ്ങളുടെ ആന്തരം, അഥവാ നിങ്ങളുടെ മുമ്പേ ഉള്ളത്. That means you go and worship the Lord. Let your sons and daughters
in this land of Egypt. അതായത് നിങ്ങൾ പോയി ആരാധിച്ചു കൊള്ളുകയും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും ഇവിടെ മിസ്രൈമിൽ തന്നെ ആയിരിക്കട്ടെ. So let your sons and daughters be stayed here. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും ഇവിടെ തന്നെ നിൽക്കട്ടെ. The same spirit is working in our family life also. ഇതേ ദുരാത്മാവാണ് ആകുന്നു ഇന്ന് നമ്മുടെ അനേക കുടുംബങ്ങളിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നത്. The same spirit working in the church also. ദൈവസഭയിലും ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ദുരാത്മാവാകുന്നു. So now this spirit will start to work in many family, and now our sons and daughters, they are loaded with the studies. They are not coming to the church for Saturday tarrying meeting, Sunday service, or Wednesday Bible study, and we can see later days they are backslidden from the church. ആകയാൽ ഇങ്ങനെയുള്ള ദുരാത്മാക്കൾ നമ്മുടെ തലമുറയുടെ ഉള്ളിലേക്ക് പ്രവേശിച്ച് ഇന്നവർക്ക് ഉപവാസ പ്രാർത്ഥന, ബൈബിൾ ക്ലാസ്, കാത്തിരിപ്പ് യോഗം, സഭായോഗം ഇതൊന്നും വേണ്ട, വിദ്യാഭ്യാസത്തിനായി അധികം ഭാരം ഏറ്റെടുത്തുകൊണ്ട് അവർ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ അവർ ഒരു ദിവസം ഇവിടെ നിന്ന് ഇതിൽ നിന്നും പിന്മാറി പോകുന്നു. Because when the time comes, they have no strength to pray. എന്തുകൊണ്ടെന്നാൽ സമയം വരുമ്പോൾ, പരീക്ഷകൾ വരുമ്പോൾ, ശോധനകൾ വരുമ്പോൾ പിടിച്ചു നിൽക്കുവാൻ, പ്രാർത്ഥിക്കുവാനുള്ള ശക്തി അവർക്കില്ലാതെ പോകുന്നു. When the trials they face, they want to accuse others, parents, and they want to escape. പരിശോധനകൾ, പരീക്ഷകൾ വരുമ്പോൾ പഴി മറ്റുള്ളവരുടെ മേൽ ഇട്ടിട്ട് മാതാപിതാക്കളെയും മറ്റുള്ളവരെയും കുറ്റം പറഞ്ഞിട്ട് അവർക്ക് എങ്ങനെയെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെടണം. Because they have no strength at all. എന്തുകൊണ്ടെന്നാൽ അതിൽ നിന്ന് പിടിക്കാനുള്ള ബലം, ത്രാണി അവർക്കില്ലാതെ പോകുന്നു. Because they never train in this faith. എന്തുകൊണ്ട് ഈ വിശ്വാസത്തിൽ പരിശീലിപ്പിക്കപ്പെട്ട് വളരുവാൻ അവർക്ക് കഴിഞ്ഞില്ല. They never trained fasting, prayer, fasting in their life and get victory in their life. അവരുടെ ജീവിതത്തിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ ശക്തി പ്രാപിക്കുന്നത് അവർക്ക് കഴിയാതെ പോയി. 50 years back, in one faith home, one of the elder on Sunday service, he preached like this. 50 വർഷത്തിന് മുമ്പ് ഒരു ഞായറാഴ്ച സഭായോഗത്തിന് ഒരു മൂപ്പൻ ഇപ്രകാരം പ്രസംഗിച്ചു. You cry for yourself and for your children. നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് കരയുവിൻ. Half an hour the same word. You cry. The Spirit of the Lord speaking to you. You cry for your children. You cry for yourself. You cry like that. അരമണിക്കൂർ കഴിഞ്ഞ് വീണ്ടും ദൈവശബ്ദം നിങ്ങളെയും, അരമണിക്കൂർ നേരമായിട്ട് ഇതേ ദൈവശബ്ദം തന്നെ തുടർന്നുകൊണ്ടിരുന്നു. നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർത്ത് കരയുവിൻ, കരയുവിൻ, കരയുവിൻ. Some look each other and say, what is preaching the word of God? ചിലര് അന്യോന്യം നോക്കി ഇങ്ങനെ പറഞ്ഞു, അദ്ദേഹം എന്തൊക്കെയാണ് ഈ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്? No word. ഇന്ന് ദൈവവചനം കിട്ടിയില്ലെന്ന് തോന്നുന്നു. But those believers in spirit, they took and they start to cry, and they cried and prayed. എന്നാൽ ആത്മാവിൽ ജീവിച്ച ചില വിശ്വാസികൾ ഉണ്ടായിരുന്നു. അവർ ഈ വാക്കിനെ ഏറ്റുപിടിച്ചു. അവർ കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. They shed tears and prayed for their children. അവർ വളരെ കണ്ണുനീരോടുകൂടി തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിച്ചു. Dear beloved ones, I went and few months I served the Lord there. പ്രിയമുള്ളവരെ, ഞാൻ ആ സഭയിൽ കടന്നു ചെന്ന് അല്പ നാളുകൾ, മാസങ്ങൾ ഞാൻ ആ സഭയിൽ ശുശ്രൂഷ ചെയ്തു. I asked, where are your children? ഞാൻ ചോദിച്ചു, നിങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം ഇന്ന് എവിടെ പോയി? All are backslidden. എല്ലാം പിന്മാറിപ്പോയി. But those who cried, their children in this faith, God honored them also. ആരെല്ലാം കരഞ്ഞുവോ അവരുടെ കുഞ്ഞുങ്ങൾ ഇന്ന് ഈ വിശ്വാസത്തിലുണ്ട്, അവരെല്ലാം ദൈവം മാനിച്ചു. That Sunday the Spirit of the Lord warned, but they regret the warning of the Lord. ആ ദിവസം ദൈവത്തിന്റെ ആത്മാവ് ശക്തമായ മുന്നറിയിപ്പാണ് നൽകിയത്. എന്നാൽ അവർ അതിനെല്ലാം അവഗണിച്ചു കളഞ്ഞു. But those spiritual believers, they shed tears and they shed tears and they cried. Their children are preserved and they got married and they are honored by the Lord. എന്നാൽ ആത്മീയരായ ചില വിശ്വാസികൾ ഉണ്ടായിരുന്നു. അവർ ഇത് കേട്ടപ്പോൾ തന്നെ അധികമായി കരഞ്ഞു നിലവിളിച്ചു. അവർക്ക് നല്ല വിവാഹ ജീവിതം കർത്താവ് നൽകി. ഇതേ വിശ്വാസത്തിൽ ദൈവം അവരെ മാനിച്ചു. So children that speaks two ways, we can meditate into two ways. ഇന്ന് കുഞ്ഞുങ്ങൾ എന്നത് രണ്ട് വിധത്തിൽ നമുക്ക് ധ്യാനിപ്പാൻ കഴിയും. One is literally children means sons and daughters, or aged sons and daughters. അക്ഷരീയമായി
കുഞ്ഞുങ്ങളെ പോലെ പുത്രന്മാരും പുത്രിമാരുമായിരിക്കുന്നവർ. And second group of children we call they are babes in Christ. രണ്ടാമത് കുഞ്ഞുങ്ങൾ എന്ന് പറയുമ്പോൾ ക്രിസ്തുവിൽ ശിശുക്കൾ. They are in the church but they are babes in Christ. അവർ സഭയിലുള്ളവരാണ് എങ്കിലും അവർ ക്രിസ്തുവിൽ ശിശുക്കൾ. So children's character, we know very well about the children's character. നമുക്കറിയാമല്ലോ ഒരു ശിശുവിന്റെ സ്വഭാവ ഗുണങ്ങളൊക്കെ. What Jesus told. എന്താകുന്നു യേശു പറഞ്ഞത്? In book of Matthew's Gospel chapter 21 verse 15 when you read. മത്തായിയുടെ സുവിശേഷം 21:15 വാക്യം വായിച്ചാൽ 21:15. എന്നാൽ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവൻ ചെയ്ത അത്ഭുതങ്ങളെയും ദാവീദ് പുത്രന്റെ ഹോശന്ന എന്ന ദൈവാലയത്തിൽ ആർക്കുന്ന ബാലന്മാരെയും കണ്ടിട്ട് നീരസപ്പെട്ടു. And when the chief priests and scribes saw the wonderful things that he did, and the children crying in the temple and saying, Hosanna to the Son of David, they were so displeased. So here when they saw Jesus Christ, the children they cried and said, Hosanna to the Son of David. ഇവിടെ ബാലന്മാർ ദാവീദ് പുത്രന് ഹോശന്ന എന്ന് വിളിക്കുന്നത് കണ്ടപ്പോൾ So they cried, Hosanna, the King of David. ഹോശന്ന ദാവീദിന്റെ പുത്രന് ഹോശന്ന എന്നവർ വിളിക്കുവാൻ ഘോഷിക്കുവാൻ തുടങ്ങി. So usually children or babes they have no difference at all. സാധാരണയായി കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ ശിശുക്കൾക്ക് വ്യത്യസ്തമായ വിഭിന്നമായ മനോഭാവം ഇല്ല. They will always happy in their life. അവരുടെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷമുള്ളവരായിരിക്കും. They will always helpless state. That means they depend upon the parents. അവർ സഹായമറ്റവരാകുന്നു. എന്നാൽ അവർ എല്ലാ കാര്യങ്ങൾക്കായി മാതാപിതാക്കളെ ആശ്രയിക്കേണ്ടുന്നവരാണ്. And the children's nature is forgive and forget. കുഞ്ഞുങ്ങളുടെ മറ്റൊരു സ്വഭാവം അവർ ക്ഷമിക്കുകയും മറക്കുകയും ചെയ്യും. And the children's character, they have faith in parents. കുഞ്ഞുങ്ങൾ മാതാപിതാക്കൾ മേൽ വിശ്വാസമുള്ളവരുമായിരിക്കും. And the children's character, they are proud about their parents. കുഞ്ഞുങ്ങളുടെ മറ്റൊരു സ്വഭാവം അവർ മാതാപിതാക്കളെ പറ്റി അഭിമാനമുള്ളവരായിരിക്കും. And they imitate the parents also. ചിലപ്പോൾ അവർ മാതാപിതാക്കളെ പോലെ അവരെ രീതിയിൽ അഭിനയിക്കുകയും ചെയ്യും. And they desire to be with the parents. അവർ മാതാപിതാക്കളോട് കൂടി ആയിരിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യും. And children are very active. കുഞ്ഞുങ്ങൾ എപ്പോഴും വളരെ ഉത്സാഹമുള്ളവരാകുന്നു. And children have no guile at all in their life. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ശിശുക്കൾക്ക് അവരുടെ ജീവിതത്തിൽ യാതൊരു കാപട്യവും ഇല്ലാത്തവരാണ്. So no guile. യാതൊരു കാപട്യവും ഇല്ലാത്ത. Now this spirit of Pharaoh told to the Moses and Aaron, let your children be stayed here. എന്നാൽ ഫറവോന്റെ ആത്മാവ് എന്താകുന്നു ഇവിടെ പറയുന്നത്? നിങ്ങളുടെ കുഞ്ഞുകുട്ടികൾ ശിശുക്കൾ ഇവിടെ നിൽക്കട്ടെ. The same spirit is working against our family life also. ഇതേ ദുരാത്മാവ് തന്നെ ഇന്ന് നമ്മുടെ കുടുംബ ജീവിതങ്ങളിൽ പ്രവർത്തിക്കുകയാകുന്നു. We used to give food and everything and studies, and we are very concerned about the studies and future life. നാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കുന്നു, അവരെ വളർത്തുവാൻ ശ്രദ്ധിക്കുന്നു, അക്ഷരികമായി നല്ല വിദ്യാഭ്യാസം കൊടുത്ത് അവരെ മുൻപന്തിയിൽ കൊണ്ടുവരുവാൻ വളരെ ശ്രദ്ധാലുക്കളാണ്. We never alert concerning about their spiritual life. എന്നാൽ പലപ്പോഴും നാം അവരുടെ ആത്മീയ ജീവിതത്തെ കുറിച്ച് ജാഗ്രത ഇല്ലാത്തവരാണ്. So what happened later days, they will go away from God. അതുകൊണ്ട് പിൽക്കാലത്ത് എന്ത് സംഭവിക്കുന്നു? അവർ വിശ്വാസത്തിൽ പിന്മാറി പോകുന്നു. A good parents always be alert and they will give good guidance to the children in their spiritual life. നല്ല മാതാപിതാക്കൾ എപ്പോഴും അവരുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തെ പറ്റി ഉത്തരവാദിത്ത ബോധമുള്ളവരായിരിക്കും. അവർക്ക് വേണ്ട ഗുണദോഷങ്ങൾ നൽകും. Even the king ordered that I will never allow your children to go to the wilderness. അവിടെ ഫറവോൻ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ മരുഭൂമിയിൽ പോയി ആരാധിക്കുവാൻ ഞാൻ വിടുകയില്ല എന്ന് പറയുന്നു. But Moses and Aaron stood fast and they told, we will take our children to the wilderness. എന്നാൽ മോശയും അഹരോനും ഈ കാര്യത്തിൽ ഉറച്ചു നിന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് മരുഭൂമിയിൽ പോയി യാഗം കഴിക്കും. What's the word of promise concerning the children? കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ വാഗ്ദത്തം എന്താകുന്നു? According to the book of Acts of Apostles
chapter 2, verse 39, we read. അപ്പോസ്തല പ്രവൃത്തി 2:39 വാക്യം വായിച്ചാൽ Read. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. For the promises unto you and to your children and to all that are afar off, even as many as the Lord our God shall call. So promises for children. ആകയാൽ മക്കൾക്കും വാഗ്ദത്തമുണ്ട്. So children, God has given promises. ആകയാൽ കുഞ്ഞുങ്ങൾക്കെല്ലാം കർത്താവ് വാഗ്ദത്തങ്ങൾ നൽകുന്നു. So what the promises for children? ആകയാൽ കുഞ്ഞുങ്ങൾക്കുള്ള വാഗ്ദത്തങ്ങൾ എന്താകുന്നു? They have to come to the right intimate fellowship with God. Then God wants to honor them also. അവർ ദൈവവുമായിട്ടൊരു ഉറ്റ ബന്ധത്തിൽ കടന്നു വരേണ്ടിയിരിക്കുന്നു. അപ്പോൾ ദൈവവും അവരെ മാനിക്കും. So even afar of many as the Lord our God who called, those who call upon God. നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കുമുള്ളതല്ലോ എന്ന് അവിടെ നാം കാണുന്നു. So dear beloved ones, we should be concerned about our sons and daughters. They should not serve in this land of Egypt. ആകയാൽ പ്രിയമുള്ളവരെ, നാം നമ്മുടെ പുത്രന്മാരെയും പുത്രിമാരെയും കുറിച്ച് ജാഗരൂകരായിരിക്കണം. അവർ മിസ്രയീമിൽ യാഗം കഴിക്കേണ്ടുന്നവർ അല്ല. It is not the will of God. They should stay in the land of Egypt. അവർ മിസ്രയീമിൽ തന്നെ നിൽക്കുന്നത് ദൈവഹിതം അല്ല. They have to follow God and they have to lead by God to the wilderness to worship God. അവർ ദൈവത്താൽ നയിക്കപ്പെട്ട് മരുഭൂമിയിൽ ചെന്ന് ദൈവത്തെ ആരാധിക്കേണ്ടുന്നവരാണ്. For that only God has chosen us before the foundation of the world. അതിനുവേണ്ടിയാകുന്നു ലോകസ്ഥാപനത്തിന് മുമ്പേ തന്നെ ദൈവം നമ്മെ എല്ലാവരെയും തിരഞ്ഞെടുത്തത്. So don't allow the Spirit to work in our family life. ആകയാൽ നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ആത്മാവ് പ്രവർത്തിക്കുവാൻ നാം അനുവദിക്കരുത്. If you allow the Spirit to work in the family life will be destroyed. ഈ ദുരാത്മാവിനെ നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ നിങ്ങൾ അനുവദിച്ചാൽ കുടുംബജീവിതം താറുമാറാകുവാനിടയാകും. So we have to fight and strive and we have to pray. Let our children also have to come to the church in the wilderness to worship the Lord in truth and spirit. ആകയാൽ നാം കരഞ്ഞ് പ്രാർത്ഥിച്ച് പോരാടി നമ്മുടെ കുഞ്ഞുങ്ങളും നിർബന്ധമായി മരുഭൂമിയിൽ തന്നെ വന്ന് അവർ യാഗം കഴിക്കണം, ആരാധിക്കണം എന്നുള്ള വസ്തുതയിൽ നാം ഉറച്ചിരിക്കണം. We have to take determination in our life. ഈ ഒരു തീരുമാനം നമ്മുടെ ജീവിതത്തിൽ നാം ഉറപ്പോടെ എടുക്കണം. Tonight, how many of you want to take determination that not only we will go in the wilderness church to worship the Lord, let our children also have to worship with us. ഇന്ന് രാത്രി ആരെല്ലാം ഒരു ഉറച്ച തീരുമാനം എടുക്കുന്നു, ഞങ്ങൾ മാത്രമല്ല ഞങ്ങളുടെ കുഞ്ഞുകുട്ടികളും പുത്രിപുത്രന്മാരും എല്ലാവരും മരുഭൂമിയിൽ ചെന്ന് ആരാധിക്കും. How many of you want to take determination? എത്ര പേർ തീരുമാനമെടുക്കുവാൻ ആഗ്രഹിക്കുന്നു? Let our children also worship the Lord with us. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഞങ്ങളോട് കൂടെ ആരാധിക്കട്ടെ. Raise up your hands. നിങ്ങളുടെ കരങ്ങളെ ഉയർത്തിയാട്ടെ. God is seeing your hands. ദൈവം നിങ്ങളുടെ കരങ്ങളെ കാണുന്നു. God is watching your desire. ദൈവം നിങ്ങളുടെ വാഞ്ഛയെ കാണുന്നു. Yes, God is going to fulfill that desire. ദൈവം നിങ്ങളുടെ വാഞ്ഛയെ നിറവേറ്റി തരുവാൻ Let പോകുന്നു. our children worship the Lord in truth and spirit. നമ്മുടെ കുഞ്ഞുങ്ങൾ ആത്മാവിലും സത്യത്തിലും ആരാധിക്കട്ടെ. Let our children fast and pray. നമ്മുടെ കുഞ്ഞുങ്ങളും ഉപവസിച്ച് പ്രാർത്ഥിക്കുവാൻ Let our പഠിക്കട്ടെ. children glorify God. നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തുടങ്ങട്ടെ. Let our children stand fast in His faith. ഈ വിശ്വാസത്തിൽ അവസാനത്തോളം ഉറച്ചു നിൽക്കുവാൻ നമ്മുടെ തലമുറയ്ക്കിടയാകട്ടെ. Let our children fight the good fight for the faith. നമ്മുടെ കുഞ്ഞുങ്ങൾ വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുവാൻ ഇടയാകട്ടെ. Let our children God to strengthen to fight against evil powers. ദുഷ്ടശക്തികളോട് പോരാടുവാനുള്ള ശക്തി നമ്മുടെ തലമുറയ്ക്കുണ്ടാകട്ടെ. God is watching your desire. ദൈവം നിങ്ങളുടെ വാഞ്ഛയെ കാണുന്നു. God is watching your hands. ദൈവം നിങ്ങളുടെ കരങ്ങളെ കാണുന്നു. There is a great revival is going to come. അതെ, വലിയൊരു ഉണർവ് സംഭവിക്കുവാൻ പോകുന്നു. Open your mouth and praise God. കരങ്ങളെ ഉയർത്തി വാതുറന്ന് സ്തോത്രം ചെയ്താട്ടെ. God is going to do wonderful things. ദൈവം അത്ഭുതങ്ങളെ ചെയ്യുവാൻ പോകുന്നു. Oh, God is going to change our children and they are going to come to the presence of God. ദൈവം നമ്മുടെ തലമുറയ്ക്ക് ഒരു രൂപാന്തരം വരുത്തുവാൻ പോകുന്നു. അവർ നിശ്ചയമായും ദൈവസന്നിധിയിൽ വരും. They are going to take deliverance. അവർ ഒരു വിടുതൽ അനുഭവിക്കാൻ You are പോകുന്നു. going to hear the happy news. നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ നിന്ന് സന്തോഷ വാർത്തകളെ നിങ്ങൾ കേൾക്കുവാൻ ഇടയാകും. I prayed. ഞാൻ അതുപോലെ പ്രാർത്ഥിക്കുന്നു. Lord, deliver me
പാടില്ല. Our children should not serve in Egypt. നമ്മുടെ കുഞ്ഞുങ്ങൾ മിസ്രൈമിൽ യാഗം കഴിക്കുവാൻ പാടില്ല. They had to serve the living God. അവർ ജീവനുള്ള സത്യ ദൈവത്തെ ആരാധിക്കണം. Open your mouth and praise God. വാദമൊന്ന് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടേ ഇരുന്നാട്ടെ. Praise the Lord. Praise the Lord. Hallelujah. Praise the Lord. ഇപ്പോൾ നിങ്ങളിൽ ചിലർക്ക് സംശയങ്ങൾ ഉണ്ടായേക്കാം. My son, my daughter already went off. ഇപ്പോൾ എന്റെ കുഞ്ഞ്, എന്റെ പുത്രൻ പുത്രി നേരത്തെ കടന്നു പോയല്ലോ, വിട്ടുപോയല്ലോ. Oh, let up this faith. ഈ വിശ്വാസത്തെ വിട്ടുപോയല്ലോ. Let from apostolic doctrine and fellowship. അപ്പോസ്തലിക കൂട്ടായ്മയും ഉപദേശത്തെയും വിട്ടുപോയല്ലോ. How God can do miracles in my children's life. എന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന് എങ്ങനെ അത്ഭുതം ചെയ്യാൻ കഴിയും? Yes, our Lord is not a man. അതെ, ദൈവം, നമ്മുടെ ദൈവം ഒരു മനുഷ്യനല്ല. He is Almighty God. അവൻ സർവശക്തനായ He is ദൈവമാണ്. Almighty God. അവൻ Do സർവശക്തനായ you believe? നീ ഇത് വിശ്വസിക്കുന്നുവോ? They went far away from God. അവർ ദൈവത്തിൽ നിന്ന് വിദൂരമായി പോയാലും Oh, very soon you are going to hear good news. അതിവേഗം നിങ്ങൾ സദ്വർത്തമാനം കേൾക്കുവാൻ പോകുന്നു. God is going to restore back them. ദൈവം അവരെ യഥാസ്ഥാനപ്പെടുത്തി മടക്കി Because this വരുത്തുവാൻ is the പോകുന്നു. period of grace. എന്തുകൊണ്ടെന്നാൽ ഇത് This കൃപായുഗമാകുന്നു. is the period of grace. ഇത് കൃപായുഗമത്രേ. Jesus is going to restore back them to the spiritual life. നമ്മുടെ കർത്താവായ യേശു അവരെയെല്ലാം ആത്മീയ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരും. Such people lift up your hands and praise God. അങ്ങനെയുള്ളവർ വീണ്ടും കരങ്ങളെ ഉയർത്തി ശക്തിയോടെ സ്തോത്രം ചെയ്താട്ടെ. They are going to restore back. ദൈവം അവരെ They മടക്കിക്കൊണ്ടുവരും. are going to restore back. ദൈവം അവരെ മടക്കി വരുത്തും. Praise the Lord. Hallelujah. Hallelujah. Praise. Praise. Hallelujah. When Moses and Aaron went to the Pharaoh's presence, they told, we want to bring our children to the wilderness. മോശയും അഹരോനും ചെന്ന് ഫറവോന്റെ സന്നിധിയിൽ ഇപ്രകാരം പറഞ്ഞു, ഇല്ല, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഞങ്ങൾ മരുഭൂമിയിൽ കൊണ്ടുപോകും. What the Pharaoh told? എന്താകുന്നു ഫറവോൻ പറഞ്ഞത്? If the children will go with you, evil will come upon. കുഞ്ഞുങ്ങൾ നിങ്ങളോടുകൂടെ പോയാൽ ദോഷം നിങ്ങൾക്ക് മുമ്പേ ഉണ്ട്. So you people, men, have to go. അതുകൊണ്ട് നിങ്ങൾ പുരുഷന്മാർ മാത്രം പോയി ആരാധിക്കുക. You go and worship God. നിങ്ങൾ പോയി ആരാധിച്ചുകൊള്ളുക. What the Bible says about men? എന്താകുന്നു പുരുഷന്മാരെ കുറിച്ച് വേദപുസ്തകം പറയുന്നത്? In book of 1 Corinthians chapter 16 verse 13 when you read. 1 കൊരിന്ത്യർ 16-ാം അധ്യായം 13-ാം വാക്യം വായിച്ചാൽ 1 Corinthians 16:13. Watch ye, stand fast in the faith, quench you like men, be strong. ഉണർന്നിരിപ്പിൻ, വിശ്വാസത്തിൽ നിലനിൽപ്പിൻ, പുരുഷത്വം കാണിപ്പിൻ, ശക്തിപ്പെടുവിൻ. Watch ye and stand fast in the faith, quit you like men and be strong. ഉണർന്നിരിപ്പിൻ, വിശ്വാസത്തിൽ നിലനിൽപ്പിൻ, പുരുഷത്വം കാണിപ്പിൻ. So in our faith life we have to be like a strong like a man. ആകയാൽ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നാം എല്ലാവരും പുരുഷത്വം കാണിക്കുന്നവരാകണം. For that we have to watch fast and we should be in the faith. അതിനുവേണ്ടി നാം ഉണർന്നിരിക്കണം, വിശ്വാസത്തിൽ നിലനിൽക്കണം. Pharaoh and Moses and Aaron was driven out from the Pharaoh's presence. മോശയും അഹരോനെയും ഫറവോൻ തന്റെ സന്നിധിയിൽ നിന്ന് ആട്ടിക്കളഞ്ഞു എന്ന് വായിക്കുന്നു. See, they were chased out. അവരെ ആട്ടിക്കളഞ്ഞു, അവരെ ഓടിച്ചു കളഞ്ഞു. Sometimes when we are stand fast in this faith, devil wants to chase out of this faith. ചിലപ്പോൾ നാം വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ വാസ്തവമായി ആഗ്രഹിക്കുമ്പോൾ പിശാച് നമ്മെ ഇതിൽ നിന്ന് ആട്ടിക്കളയുവാൻ, ഓടിച്ചു കളയുവാൻ ആഗ്രഹിക്കുന്നു. But we should not allow in our life that we should be chased from the devil. ആകയാൽ പിശാച് നമ്മെ ആട്ടിക്കളയുവാൻ, നമ്മെ ഓടിച്ചകറ്റുവാൻ നാം അനുവദിക്കരുത്. What is our faith? നമ്മുടെ വിശ്വാസം എന്താണ്? Jesus Christ died on the cross of Calvary. He bruised the head of Satan on the cross of Calvary. എന്റെ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ എനിക്ക് വേണ്ടി മരിച്ചു. അവൻ പിശാചിന്റെ തലയെ കാൽവരി ക്രൂശിൽ തകർത്തു കളഞ്ഞു. Children are partakers of flesh and blood. Likewise, he took in that form and he destroyed the power of that is devil on the cross
Calvary. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നശിപ്പിച്ചു. He triumphed over the devil. അവൻ പിശാചിന്റെ മേൽ ജയോത്സവം കൊണ്ടാടി. Jesus is our forerunner. യേശുവാകുന്നു നമ്മുടെ മുന്നോടി. He is author and the finisher of our faith. അവനാകുന്നു നമ്മുടെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനും. How many sisters you are like a man in this faith life? സഹോദരിമാരെ, നിങ്ങൾ എത്ര പേർ വിശ്വാസ ജീവിതത്തിൽ പുരുഷത്വം കാണിക്കുന്നു? Raise up your hands. കരങ്ങൾ ഉയർത്തിയാട്ടെ. Those who are faith in the faith like a man, raise up your hands. വിശ്വാസത്തിൽ പുരുഷത്വം കാണിക്കുന്നവർ ദയവായി കരങ്ങളെ ഉയർത്തിയാട്ടെ. Hallelujah. ഹല്ലേലൂയ. When husband says something, this thing is happened, everything going to collapse. What will you say? ഭർത്താവ് നിങ്ങളോട് പ്രകാരം പറയുകയാണ്, ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി, ഇനി എല്ലാം നശിക്കാൻ പോവുകയാണ്, നിങ്ങൾ എന്ത് മറുപടി പറയും? You also in the same spirit. അയ്യോ അങ്ങനെയായോ, നമ്മൾ തകർന്നു പോകുന്നു. You will say like that. നമ്മളെ അതേ ആത്മാവിൽ അയ്യോ അങ്ങനെയാണോ, നമ്മൾ തകർന്നു പോകുമല്ലോ എന്നാണോ പറയുന്നത്? What you have to say? നിങ്ങൾ എന്താണ് പറയേണ്ടത്? Come on, we pray. വരിക, നമുക്ക് പ്രാർത്ഥിക്കാം. We pray in spirit. നാം ഒരുമിച്ച് ആത്മാവിൽ പ്രാർത്ഥിക്കാം. Lord will fight our battles. കർത്താവ് നമ്മുടെ യുദ്ധങ്ങളെ ചെയ്യും. Lord will fight our battles. ദൈവം നമ്മുടെ യുദ്ധങ്ങളെ ചെയ്യും. In that time only you have to reveal that you are fit like a young man and stand fast in this faith. ആ സമയത്താണ് നിങ്ങൾ വെളിപ്പെടുത്തേണ്ടുന്നത്, നിങ്ങൾ ഉണർന്നിരുന്ന വിശ്വാസത്തിൽ നിലനിന്ന പുരുഷത്വം കാണിക്കേണ്ടുന്നവരാണ്. Oh, in the spirit of faith you have to pray. You can see the wonders and miracles. വിശ്വാസത്തിന്റെ ആത്മാവോടുകൂടി നിങ്ങൾ പ്രാർത്ഥിക്കുക, അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ണുകൊണ്ട് കാണുവാനിടയാകും. Definitely you can see the work of God. നിശ്ചയമായും ദൈവത്തിന്റെ പ്രവൃത്തി കാണുവാൻ കഴിയും. Once my sister went to my father and sister went to one school in order to get admission. ഒരിക്കൽ എന്റെ പിതാവും എന്റെ സഹോദരിയും ഒരു സ്കൂളിൽ അഡ്മിഷൻ വാങ്ങുവാനായി പോയി. That nun, HM nuns, she told, seeing my sister without ornaments, oh Pentecost, get out from this place. അവിടുത്തെ ഹെഡ് മിസ്ട്രസ് കന്യാസ്ത്രീ ആയിരുന്നു. അവർ എൻ്റെ സഹോദരിയെ കണ്ടപ്പോൾ കാതിൽ ആഭരണങ്ങളൊന്നും ഇല്ലാതിരുന്നുകൊണ്ട്, ഓ പെന്തക്കോസ്തുകാരിയാണോ, പൊയ്ക്കൊള്ളുക ഇവിടെ നിന്ന് പറഞ്ഞു. ആട്ടിക്കളഞ്ഞു. അവരുടെ റൂമിൽ നിന്ന് ഓടിച്ചു കളഞ്ഞു. It happened 40 years back. 40 വർഷം മുമ്പിലുള്ള സംഭവമാകുന്നു. So we all gathered together, catch one by other hand, knelt down, and we looked only to God and prayed. അകയാൽ ഞങ്ങൾ എല്ലാവരും ഭവനത്തിൽ കരങ്ങളെ ചേർത്ത് പിടിച്ച് ഒരുമിച്ച് സ്വർഗ്ഗത്തിലെ ദൈവത്തിലേക്ക് കണ്ണുയർത്തി പ്രാർത്ഥിച്ചു. We filled with the Spirit and prayed. ഞങ്ങൾ ആത്മാവിൽ നിറഞ്ഞ് ഒരുമിച്ച് പ്രാർത്ഥിച്ചു. Lord, in this world we have nothing in our life. കർത്താവേ, ഈ ലോകത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്കൊന്നും തന്നെ ഇല്ലല്ലോ. We are looking only to you, Lord. കർത്താവേ, നിങ്ങളിലേക്ക് ഞങ്ങൾ കണ്ണുകളെ ഉയർത്തുന്നു. There is no recommendation for us. കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യുവാൻ ആരും തന്നെ ഇല്ലല്ലോ. Lord, we look only you too. കർത്താവേ, നിങ്ങളിലേക്ക് മാത്രം കണ്ണുകളെ ഉയർത്തുന്നു. Filled with the Spirit and prayed that night. ആ രാത്രി ഞങ്ങൾ ഒരുമിച്ച് ആത്മാവിൽ നിറഞ്ഞ് പ്രാർത്ഥിച്ചു. Next day evening my father went to fish market. അടുത്ത ദിവസം എന്റെ പിതാവ് മീൻ ചന്തയിലേക്ക് പോയി. There he met his friend. അവിടെ തന്റെ കൂട്ടുകാരനെ കണ്ടു. The friend asked the first question, what about your daughter's admission? സ്നേഹിതൻ ചോദിച്ച ഒന്നാമത്തെ ചോദ്യം ഇതാണ്, നിന്റെ മകളുടെ അഡ്മിഷൻ എന്തായി? Usually say how are you, how like that, but the first word came like that. സാധാരണയായി എങ്ങനെയുണ്ട് സ്നേഹിത, അങ്ങനെ ഉള്ള വിശേഷങ്ങളായിരിക്കും ചോദിക്കുന്നത്. പക്ഷേ അന്ന് ചോദിച്ചത് നിന്റെ മകളുടെ അഡ്മിഷൻ എന്തായി? Still trying for that. ഇപ്പോൾ എപ്പോഴും ഞങ്ങൾ അതിനുവേണ്ടി പരിശ്രമിക്കുന്നു. He told, tomorrow evening I will come with my friend. അപ്പോൾ താൻ പ്രകാരം പറഞ്ഞു, ഞാൻ നാളെ വൈകുന്നേരം ഞാൻ എന്റെ കൂട്ടുകാരനുമായി വരും. So one uncle came in my house and spoke, and he told, nothing to worry, tomorrow morning you will come to the school. അപ്പോൾ ഒരു അങ്കിൾ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് പ്രകാരം പറഞ്ഞു, ഭാരപ്പെടേണ്ട, വിഷമിക്കേണ്ട ആവശ്യമില്ല, നാളെ രാവിലെ സ്കൂളിലേക്ക് വരിക. He is a Catholic man. താൻ ഒരു കത്തോലിക്ക വ്യക്തിയായിരുന്നു. And father and sister went there. പിതാവും എന്റെ സഹോദരിയും കൂടി സ്കൂളിലേക്ക് വന്നു. He also came there. താനും വന്നു. Straight away went
entered into this room. അവർ നേരിട്ട് ഇതേ ഹെഡ് മിസ്ട്രസിന്റെ റൂമിലേക്ക് ചെന്നു. All people are like standing in a queue. എല്ലാവരും അവിടെ ക്യൂ ആയിട്ട് നിൽക്കുകയാണ്. Come, go back. നിങ്ങൾ പോവുക, പുറകോട്ട് പോവുക എന്ന് പറഞ്ഞു. He told no. He went inside. അദ്ദേഹം അതൊന്നും കേട്ടില്ല, നേരെ മുമ്പിലേക്ക് പോയി. When the nun saw my sister, told yesterday they came. കന്യാസ്ത്രീയായ ആ ഹെഡ് മിസ്ട്രസ് എന്റെ സഹോദരിയെ കണ്ടപ്പോൾ ഇന്നലെ ഇവർ വന്നതാണ്. He told yesterday his father, this man, today I am the father of this girl. ഉടനെ എന്റെ കൂടെ വന്ന സ്നേഹിതൻ കൂട്ടുകാരൻ ഇപ്രകാരമാണ് ഹെഡ് മിസ്ട്രസിനോട് പറഞ്ഞത്. ഇന്നലെ വന്നത് ആ അങ്കിൾ പറഞ്ഞത് പ്രകാരമാണ്. ഇന്നലെ ആ പിതാവുമായിട്ട് വന്ന്, എന്നാൽ ഇന്ന് വന്നിരിക്കുന്നത് ഞാനാണ് ഇവളുടെ പിതാവ്. Come on, sign the application here. ആപ്ലിക്കേഷൻ സൈൻ ചെയ്ത് ഉടനെ തരിക. She can sign it. ആ ഹെഡ് മിസ്ട്രസ് ഉടനെ സൈൻ ചെയ്ത് കൊടുത്തു. She studied in the convent. എന്റെ സഹോദരി ആ കോൺവെന്റിൽ പഠിച്ചു. Hallelujah. So later only we came to know that uncle is airport manager, and he used to draw in the Catholic Church the Mary and Jesus painting. അതിനുശേഷം പിന്നീടാണ് ഞങ്ങൾ മനസ്സിലായത് ഈ വന്ന അങ്കിൾ എയർപോർട്ടിലെ ഒരു മാനേജർ ആയിരുന്നു. ഈ ഇവർക്ക് വേണ്ടി മറിയയുടെയും മറ്റുള്ളവരുടെയും ചിത്രങ്ങൾ വരച്ചു കൊടുക്കുന്ന ഒരു ഛായാഗ്രഹകൻ കൂടിയായിരുന്നു. ഒരു വളരെ പ്രശസ്തനായ വ്യക്തിയായിരുന്നു. See how God opened the way for you. നോക്കുക, ദൈവം എങ്ങനെയാണ് ഞങ്ങൾക്ക് വഴി തുറന്നു തന്നതെന്ന് ചിന്തിക്കുക. God is with you. അതേ ജീവനുള്ള ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. If you kneel down and cry unto the Lord, like in faith, if you pray, God will open another way for us. വിശ്വാസത്തോടുകൂടി നിങ്ങൾ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുന്നുവോ, ദൈവം മറ്റൊരു വഴി നിങ്ങൾക്ക് തുറന്നു തരും. So for that we need faith in our life. അതിനായി നമ്മുടെ ജീവിതത്തിൽ വലിയ വിശ്വാസം ആവശ്യമാണ്. Sometimes in the worldly powers may driven you out from their presence. ചിലപ്പോൾ ഈ ലോകത്തിലെ ശക്തികൾ അവരുടെ സന്നിധിയിൽ, അവരുടെ മുമ്പിൽ നിന്ന് നമ്മളെ ഓടിച്ചു കളയുവാൻ ഇടയാകും. But we should not give up. We have to look only in the God who created heaven and earth. എന്നാൽ നാം വിട്ടുകളയരുത്. ആകാശവും ഭൂമി ഉണ്ടാക്കിയ ദൈവത്തിലേക്ക് നമ്മുടെ കണ്ണുകളെ ഉയർത്തണം. We have to look to our creator God who created us. നമ്മെ സൃഷ്ടിച്ചവനായ സൃഷ്ടാവായ ദൈവത്തിലേക്ക് നമ്മുടെ കണ്ണുകളെ ഉയർത്തണം. Who brought into this faith? ഈ വിശ്വാസത്തിലേക്ക് നമ്മെ കൊണ്ടുവന്ന ദൈവത്തിലേക്ക് നമ്മുടെ കണ്ണുകളെ ഉയർത്തണം. Through you, നിങ്ങളിൽ കൂടെ God is going to do miracles. ദൈവം അത്ഭുതങ്ങളെ ചെയ്യുവാൻ പോകുന്നു. You are not an ordinary person. നിങ്ങൾ ഇനിമേലാൽ ഒരു ബലഹീന സാധാരണ വ്യക്തിയല്ല. You may be in the world ordinary person. നിങ്ങൾ ഒരു സാധാരണ വ്യക്തിയല്ല. You may be in the world an ordinary person. ഈ ലോകത്തിന്റെ മുമ്പിൽ ഒരു സാധാരണ വ്യക്തിയായിരിക്കാം. But in the sight of God, you are precious. ദൈവ ദൃഷ്ടിയിൽ നിങ്ങൾ വിലയേറിയവരാകുന്നു. In the sight of God, you are precious. എന്നാൽ ദൈവ ദൃഷ്ടിയിൽ നിങ്ങൾ വിലയേറിയവരാകുന്നു. Tonight, how many of you believe? ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നു? Let us all close our eyes. നമ്മുടെ കണ്ണുകളെ അടച്ചാൽ Let us surrender our life in the hands of God. നമ്മുടെ ജീവിതങ്ങളെ കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിച്ചാൽ. How many of you want deliverance? എത്ര പേർക്ക് വിടുതൽ ആവശ്യമാണ്? How many of you want to deliver your sons and daughters and bring into the presence of God? നിങ്ങളുടെ പുത്രിപുത്രന്മാർ വിടുവിക്കപ്പെട്ട ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ എത്ര പേർ വാഞ്ചിക്കുന്നു? Now they may be in the hand of Pharaoh. ഇപ്പോൾ അവർ ഫറവോന്റെ കൈകളിലായിരിക്കാം. They are captured by Pharaoh. അവർ ഫറവോന്റെ അടിമത്തത്തിലായിരിക്കാം. Very soon God is going to deliver them also. അതിവേഗം ദൈവം അവരെയും വിടുവിക്കുവാൻ പോകുന്നു. God has given great faith in our life. ദൈവം വലിയൊരു വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ If you believe, you will see the glory of God. വിശ്വസിച്ചാൽ നിങ്ങൾ തന്നെ ദൈവത്തിന്റെ മഹത്വം കാണും. Open your mouth. എല്ലാവരും വാദമുണ്ടാട്ടെ. Cry to the Lord. ദൈവത്തോട് കരഞ്ഞാട്ടെ. Cry to the Lord. ദൈവത്തോട് നിലവിളിച്ചാട്ടെ. Lord, I am nothing, Lord. കർത്താവേ, ഞാൻ ഒന്നുമില്ല. Lord, I have faith in you. കർത്താവേ, എന്റെ ഒരേ ഒരു വിശ്വാസം നിന്നിലാകുന്നു. Lord, I believe in you. ഞാൻ നിന്നിൽ മാത്രം വിശ്വസിക്കുന്നു. Deliver my child. എന്റെ കുഞ്ഞിനെ വിടുവിക്കണമേ. Deliver my child. എന്റെ പൈതലിനെ വിടുവിക്കണമേ. Deliver my son. എന്റെ മകനെ വിടുവിക്കണമേ. Deliver my daughter. എന്റെ മകളെ വിടുവിക്കണമേ. Deliver my whole family. എന്റെ കുടുംബത്തെ വിടുവിക്കണമേ. Let us cry unto the Lord. നാം ചേർന്ന് ദൈവത്തോട് ചേർന്ന് കരഞ്ഞ് നിലവിളിച്ചാട്ടെ. God has given great faith. ദൈവം വലിയ വിശ്വാസം നൽകിയിരിക്കുന്നു. God is going to do wonders and miracles. ദൈവ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുവാൻ പോകുന്നു. Open your mouth. വായി തുറന്നാട്ടെ. This year, mighty anointing. ഒരു ശക്തിയേറിയ അഭിഷേകം പ്രാപിച്ചാട്ടെ. Our faith should not stand in the wisdom of men. നമ്മുടെ വിശ്വാസത്തിന് ആധാരം മനുഷ്യന്റെ ജ്ഞാനം അല്ല. Our faith should stand in the
പരിശുദ്ധാത്മാവിനെ